ഈശോയ്ക്ക് സ്തുതിയല്ലോ മതി. സന്തതി ഉണ്ടാകാത്തത് ദുഷ്ടത്തരം കൊണ്ട്. അങ്ങനെ പറയരുത്, അവര് പുണ്യപ്പെട്ട മനുഷ്യരാണ്. നീ ശാലം പോലെ കുടുങ്ങി തന്നു. ഏതായാലും ഇതെന്തോ ദൈവശാപം. കല്യാണം കഴിച്ചിട്ടാണ് കൊല്ലം 6-7 സന്തതി ഉണ്ടായില്ലേ ആ കുടുംബം അന്യം നിന്നു. നമ്മുടെ ചട്ടം അനുസരിച്ച് ആ പെണ്ണിനെ ഉപേക്ഷിക്കാനും വയ്യ. പഴയ നിയമത്തിൽ അവറാനബി എന്നാ ചെയ്ത്? എനിക്കറിയാം. എന്നാ കേട്ടോ, അവറാനബിയെ സന്തതി ഇല്ലാഞ്ഞിട്ട് സ്വന്തം ഭാര്യ നിൽക്കുമ്പോൾ തന്നെ വേറൊരുത്തിയെ കല്യാണം കഴിച്ചു. അതൊക്കെ ആരാ പ്രവർത്തിരിക്കുന്നത്? ആ ആനി പാവമാ. അതിന് ആ മനുഷ്യ ഉപേക്ഷിക്കാൻ പറ്റും ചെയ്യുമോ? അതൊന്നുമില്ല. നീ വരുന്നില്ലേ? ഇന്ന് പിള്ളേരുടെ കരളുണ്ട്. കരളല്ലേ? കരളുള്ളൂ. എന്തെങ്കിലും ആട്ടെ, നീ വാ. നമ്മള് പറഞ്ഞത് വല്ലതോ ആന കേട്ടോടി. കർത്താവേ, ചിലർക്ക് സന്തതി കൂടിപ്പോയിട്ട് ദുരിതം, ചിലർക്ക് സന്തതി ഇല്ലാഞ്ഞിട്ട് എവിടെല്ലാം നേർച്ച കാഴ്ചകൾ വെക്കുന്നു. നീ നേരത്തേക്ക് കാശെടുത്തിട്ടില്ലേ? എന്തിനാ? എന്നാ ഒരണങ്ങി ഞാൻ വീട് മേടിച്ചോണ്ട് വരാം. ഇപ്പൊ വീട് വലിക്കണ്ട. എടാ ഗുരു, നീ എവിടെ പോയടാ? ഞാനും കൂടെ വരുന്നടാ. എന്നാ വേണ്ട കൊണമല്ല മനുഷ്യനെ, നീ നോയമ്പ് പാടില്ല, പള്ളിയിൽ പോണം. ഞാൻ വരുന്നില്ല, നീ പോയി നേരത്തെ ഇട്ടാ മതി. ഇങ്ങോട്ട് വരാൻ കൈ കൊച്ചിനെ ഒന്ന് പിടിക്കും. നേരെ ഒത്തിരിയായി. കൊച്ചേ കൊച്ചേ, ഈ കുഞ്ഞിനെ എന്റെ തള്ളടയിലൊന്ന് കൊടുത്തേരെ, എന്റെ മുണ്ടൊന്ന് കൊടുത്തേരെ. പിന്നെ എടുക്കാം. മറിയ ചേച്ചി, എങ്ങടാ കുഞ്ഞ? അങ്ങ് പോയോ? വീട്ടിൽ തന്നെ. എന്താ? ഇന്ന് പള്ളിയിൽ പോയി വന്നതിന് ശേഷം നിനക്ക് എന്താണ് ഇത്ര വലിയ വിഷാദം? പ്രത്യേകിച്ച് ലോകമായ ലോകമെല്ലാം ആനന്ദിക്കുന്ന ഈ പുണ്യ ദിവസത്തിൽ. ഒന്നുമില്ല, കാപ്പി കുടിക്കും. നിന്റെ മുഖം പ്രസന്നമാകാത്തതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാം? ഈശ്വരൻ നമുക്കൊരു കുഞ്ഞിനെ തന്നില്ല. ആ ഭാഗ്യം നമുക്ക് ഇല്ലാതായിപ്പോയി. ആ ഭാഗ്യം മാത്രം മതിയായിരുന്നു. മിശിഹാനാഥൻ വന്നു പിറന്നു, പശുവിൻ തൊട്ടിൽ നിന്നു പിറന്നു. മിശിഹാനാഥൻ വന്നു പിറന്നു, പശുവിൻ തൊട്ടിൽ നിന്നു പിറന്നു. മാനത്തിങ്കൽ മുഴങ്ങിക്കേട്ട് മാലാഖകളുടെ സംഗീതം. മാനത്തിങ്കൽ മുഴങ്ങിക്കേട്ട് മാലാഖകളുടെ സംഗീതം. ലോകത്തിനു സമാധാനം നാഗം നൽകിയ വാഗ്ദാനം. പൊന്നും പൊരുളും കുന്തുറുക്കവും മന്നവനാഥനു നൽകുന്നു. ഓടക്കുഴലു വിളിച്ചല്ലോ കാടുകൾ മേക്കും ആട്ടിടയർ. പൊന്നിൻ കൈത്തിരി വച്ചല്ലോ വിണ്ണിൽ താരകൾ 3 എണ്ണം. മറിയ വന്നിരിക്കുന്നു.
നല്ല ദിവസമായിട്ട് ഈ കൊച്ചിന്റെ അപ്പൻ ഒരുമിച്ചിരുന്ന് ഇച്ചിരി ചോറുന്നാൻ. എന്നാ പോയിട്ട് പിടിയുന്നു വാ. നിക്ക്. ഇതാ മോന് പടക്കം മേടിക്കാൻ. അവന്റെ കൈ പൊള്ളിക്കരുത് കേട്ടാ. ഇല്ല. കുഞ്ഞു തൊട്ടി കിടക്കുന്നു. ഞാനൊന്ന് കടയിൽ പോയിട്ട് വേഗം വരാം. നോക്കിക്കോണേ. ഞാൻ അന്നേ കണ്ണും കൂട്ടി ഉറങ്ങാതെ മോനെ കണ്ണാക്കു തുറക്കാതിരിക്കെന്റെ പൊന്ന് അമ്മയും അപ്പനും ചണ്ട പിടിക്കാൻ ചുമ്മാ നീ വഴി വെക്കല്ല മോനെ. മീൻകറി വെക്കുവാൻ അമ്മയുണ്ടെങ്കിൽ കള്ളു കുടിക്കുവാൻ അപ്പനുമുണ്ട്. താരാട്ടു പാടുന്നത് അപ്പന മോനെ, കാരണം നിന്റെ അമ്മ ചന്തയ്ക്ക് പോയി. ചന്തയ്ക്ക് പോയി. കുഞ്ഞെവിടെ? ചന്തയ്ക്ക് പോയി. ചന്തയ്ക്ക് പോയി. ഇച്ചിരി പഞ്ചായത്തോടെ ഇങ്ങനെ എടുത്തു. പഞ്ചാര തിന്നു പിടിക്കാനല്ലാതെ ചെലുത്താൻ എന്തിനു കൊള്ളാം. ഇപ്പൊ എന്റെ കുഞ്ഞ് അതേത് എഴുത്ത്? എന്റെ ഒരു സ്നേഹിതൻ്റെതാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ എൻ്റെ പഠിത്തം പൂർത്തിയാക്കിയിട്ട് സുഖമായി നാട്ടിലേക്ക് മടങ്ങി. സ്നേഹിതൻ പണ്ട് പറഞ്ഞതുപോലെ നിങ്ങളുടെ നാട്ടിൽ പ്രാക്ടീസ് തുടങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നു. എന്താ? എന്തോ ഒരു വല്ലായ്മ. ഡാക്ടറെ വിളിക്കട്ടെ? ഓ, അതിനുള്ള കാര്യമൊന്നുമില്ല. എന്നാ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഇപ്പൊ ഒന്നും വേണ്ട, നീ എഴുത്തൊന്ന് വായിക്കേ. വായിക്കേ. എനിക്ക് ആ ഗവേഷണം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് ഗവേഷണം? പാമ്പ് വിഷത്തിനുള്ള ഒരു പ്രത്യൗഷധം. എന്താ വല്ലായ്മ തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, നീ വായിക്കേ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഡിസ്പെൻസറിയും ലാബറട്ടറിയും പൂർത്തിയാകുമെന്ന് കരുതുന്നു. എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുമല്ലോ. നമ്മളെന്ത് സഹായം ചെയ്യാനാ? ഒന്നുമില്ലേ, സ്ഥലപരിചയമില്ലാത്ത ഒരാൾ ആദ്യമായി വന്നാൽ. സ്നേഹിതനും മിസ്സസിനും കുട്ടികൾക്ക് സൗഖ്യമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുട്ടികളുണ്ടെന്ന് വിചാരിച്ചായിരിക്കും പാവം. അങ്ങനെ വിചാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നൊന്നുമില്ലേ? ക്രിസ്മസ് മംഗളങ്ങൾ. അടുത്ത ക്രിസ്മസ് നമുക്കൊന്നിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു എന്ന് ഡോക്ടർ മാത്യൂസ്. ആരാണ് ഡോക്ടർ മാത്യൂസ്? നമ്മുടെ വലിയടത്ത് വരയിച്ചനല്ലേ, അദ്ദേഹം പഠിപ്പിച്ച് മിടുക്കനാക്കിയ ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു? ഞങ്ങളുടെ കുടുംബവും മാത്യൂസിന്റെ കുടുംബവും തമ്മിൽ വളരെ കാലത്തെ പരിചയമുണ്ട്. എനിക്ക് വലിയ കാര്യമാണ് മാത്യൂസിന്. ആള് വളരെ ബുദ്ധിമാനും വല്ലവനുമാണ്. അമ്മേ, ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നിടത്ത് അമ്മ കൂടെ വരണം കേട്ടോ. അമ്മ എന്നും കുന്ന് നിന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒക്കുന്ന കാര്യമാണോ മോനെ? അങ്ങനെ അല്ലമ്മേ, അമ്മ കൂടെ വരണം. ഞാൻ ഇതൊക്കെ ഇട്ടും വെച്ച് നിന്റെ കൂടെ വരാൻ ഒക്കുമോ? എനിക്ക് ഇവിടെ ഒരു ഡിസ്പെൻസറി തുടങ്ങിയാൽ പോരെ? ഡിസ്പെൻസറി തുടങ്ങുന്നതിനേക്കാളും അത്യാവശ്യം ഗവേഷണമാണ്. അത് അപ്പൻ പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. മേലാൽ ആരും പാമ്പ് കടിയേറ്റ് മരിക്കരുത്. ആ ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവാണമ്മേ. എന്നാ നീ ചെന്ന് വറീച്ചിനെ കണ്ടു പറയണം. അല്ല, അതന്നേ ഞാൻ പറഞ്ഞതാ. എന്തോ നീ അന്നേ പറഞ്ഞത്? ഞാൻ പറയുന്നതിന് എന്നാ വിലയാ ഇവിടെ? ഞാൻ രണ്ടാം ഭാര്യയല്ലേ. എല്ലാരും പറഞ്ഞ രണ്ടാം കെട്ടുകാരൻ്റെ കൂടെ പോകണ്ടെന്ന്. പിന്നെ എന്തിനാ പോകുന്നത്? ഈ മനുഷ്യനോട് ആരാ വർത്താനം പറയുന്നു? വർത്തമാനം പറയാൻ നിന്നെ വിളിച്ചോ? അവനിന്നങ്ങാട്ട് ഉദ്യോഗത്തിന് പോവാണെന്ന്. എടാ, പരീക്ഷ പാസ്സായി വന്നാൽ പിന്നെ പ്രാക്ടീസ് തുടങ്ങണ്ടേ? എന്നിട്ട് നിങ്ങളോടൊന്ന് ചോദിച്ചോ, ഇങ്ങനെ ഇരിക്കും വല്ലവനും ഗുണം ചെയ്താൽ? നീ പറയുന്നത് എന്താണെന്ന് വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നില്ലേ? അവന് വേണ്ടി ചെലവാക്കി പണം ഇങ്ങി വാങ്ങിക്കണം. എന്നിട്ടോ നമ്മുടെ ഗ്രേസി മോളെ, എന്റെ മോളല്ലല്ലോ, എന്നാൽ എന്റെ മോളായിട്ട് തന്നെ ഞാൻ അവളെ കരുതുന്നത്. അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ഞാൻ പറഞ്ഞ കൊച്ചിനെ കൊണ്ട് അവളെ കെട്ടിച്ചാ മതിയെന്ന്. അത് പറ്റുമെന്ന് തോന്നുന്നില്ല. വേറൊന്നും പറയാനില്ലല്ലോ. ഇനി നിനക്ക് പോകാം. അവളെ വേറൊരു ചെറുക്കനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. മാത്യൂസും ഗ്രേസിയുമായുള്ള വിവാഹം നേരത്തെ നിശ്ചയിക്കപ്പെട്ടു പോയതാണ്. ഗ്രേസി, എങ്കിലും ഒരു കാര്യം ചെയ്യും, എന്നെ നിങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചേക്ക്. ഞാൻ പറയുന്നൊന്നും നടക്കുകയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ പൊറുക്കുന്നത്?
എന്നാൽ നിന്നെ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഗ്രേസി എവിടെ? ഗ്രേസി എടാ ഫ്രഞ്ചു, എന്തോ ഗ്രേസി എവിടെടാ? തോട്ടത്തിലുണ്ട്. ഇന്ന് സ്വല്പ സുന്ദരിയായിട്ടാണല്ലോ. എന്താ? ഞാനും വിദേശത്ത് പോവുക. അയ്യോ ചതിക്കല്ലേ. അവിടുത്തെ മദാമ്മമാരൊക്കെ എങ്ങനെ ഇരിക്കുന്നു കാണാമല്ലോ. ഇങ്ങനെ ഇരിക്കും. കൈഞ്ഞോട്ട് തരും. ഞാൻ കെട്ടി കഴിഞ്ഞിരിക്കും. ഇങ്ങനെയാണോ മദാമ്മമാരെ കിട്ടുന്നത്? കൊള്ളാം. ഏതായാലും അവരുടെ വലയിലൊന്നും കുടുങ്ങാതെ എത്തിയല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്തു പറയാനാ, അവിടെ എനിക്ക് എന്ത് ഡിമാൻഡാണെന്നറിയാമോ? എന്റെ വില 10,000 മുതൽ പടിപടിയായി കൂടി 1,00,000 പവൻ വരെ എത്തിയതല്ലേ. പിന്നെ ഒരു നാടൻ പെണ്ണിനെ ഉദ്ദേശിച്ച അതിനെന്താ, ഞാൻ ലേലം വിളിച്ചേക്കാം. കൂടുതൽ പണം നമ്മൾ പിടിച്ചോട്ടെ. സ്ഥിരപ്പെടുത്താൻ പോകുന്നു 3 തരം. അയ്യോ, ഈ വിളിയെല്ലാം വിളിച്ചിട്ട് ലേലത്തിൽ പിടിക്കാൻ ഒരു മനുഷ്യരില്ലല്ലോ. അപ്പോ കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് തന്നെ ഇരിക്കട്ടെ. മോനെ, പറീച്ചൻ എന്താ പറഞ്ഞു? ഞാൻ കണ്ടില്ലമ്മേ. അതെന്താടാ ഈ നന്ദികേട് കാണിക്കുന്നത്? അങ്ങനെയല്ലേ നിനക്ക് വേണ്ടി പണമൊക്കെ ചിലവാക്കി നിന്നെ പഠിപ്പിച്ചത്? നിന്റെ അപ്പം മരിക്കുമ്പോൾ നിന്നെ വറീച്ചന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. ഗ്രേസിയെ നീ കല്യാണം കഴിക്കണമെന്ന് നിന്റെ അപ്പന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിന് ഞാൻ എതിരൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ വാ, നമുക്കിപ്പൊ തന്നെ അങ്ങേരെ ഒന്ന് പോയി കാണണം. അമ്മ ചെല്ല, ഞാനിതാ വരുന്നു. വന്ന് പറഞ്ഞല്ല, അതിന്നേരം വായോ? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ ചെന്ന് ചായ കൊണ്ടുവരാം.
ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി ഒരു ഇൻഷുറൻസിൽ ചേരാൻ നിശ്ചയിച്ചു. ഒരു 50,000 രൂപയ്ക്ക്. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണമുണ്ട്. എന്താ? ഒരു പക്ഷേ മരണം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ മരിച്ചു പോയാൽ നിനക്ക്... ഇങ്ങനെയൊന്നും പറയരുത്. അങ്ങ് മരിച്ചിട്ട് ഞാൻ ജീവിച്ചിരിക്കുകയാണ്. ഞാൻ അത്ര കണ്ട് പാപിയാണെന്ന് വിചാരിച്ചോ? ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ആനി, ഇതെന്ത് കഷ്ടമാണ്. ഒന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇങ്ങനെ കരച്ചിലും പിടിച്ചിലുമായാൽ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കേസ് വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു തലച്ചുറ്റലുണ്ടായി. എന്നിട്ട് എന്താണ് എന്നോട് വിവരം പറയാനുള്ളത്? സാരമില്ലായിരുന്നു. അതിനു മുമ്പും ഒരിക്കൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു ഡോക്ടറെ കാണിച്ച് ദേഹം ഒന്ന് പരിശോധിപ്പിക്കണം. മുമ്പ് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോഴേ പറഞ്ഞതാ. അന്ന് ആ ക്രിസ്മസിന് എനിക്കങ്ങനെ ഭയപ്പെടത്തക്ക സുഖക്കേടൊന്നുമില്ല. വരട്ടെ, താമസിയാതെ നമ്മുടെ സ്വന്തം ഡോക്ടർ മാത്യൂസ് ഇവിടെ വരും. അദ്ദേഹം വന്നിട്ട് നമുക്കൊന്ന് പരിശോധിപ്പിക്കാം. ഈ സൂക്കേടും വെച്ചുകൊണ്ട് അത്രയും നാൾ കാത്തിരിക്കാനോ? മാത്രമല്ല കുറെ കൂടി പരിചയമുള്ള ഡോക്ടറല്ലേ നല്ലത്. നിനക്ക് മാത്യൂസിനെ കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും അസുഖം ഒന്നും കൂടാതിരുന്ന മാത്തുക്കുട്ടി എപ്പോഴാ പോകുന്നത് അന്നമ്മേ? അവന് പണം വല്ലതും വേണമെങ്കിൽ... പണം നന്ദി എന്ന 2 അക്ഷരമുണ്ടല്ലോ, അതിന് MBBS-നേക്കാൾ വിലയുണ്ടെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. എനിക്ക് വലിയ പഠിത്തമൊന്നുമില്ലേലും ഒരു 10-12,000 രൂപയോളം വെറുതെ അവന് വേണ്ടി ഇവിടെ ചിലവില്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ത്രേസ്യമ്മേ. അതൊന്നും വെറുതെ ആകത്തില്ല. ഇല്ല, ആ പണം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചോണ്ടാ മതി. ഒന്നും നഷ്ടപ്പെടത്തില്ല. എന്റെ മോൻ അങ്ങനെ നന്ദി കെട്ടവനാകുകയില്ല. ഇല്ലില്ല. നിന്നെ ഇങ്ങോട്ട് വിളിച്ചോ? ഓ, പറയുമ്പോൾ എനിക്കിവിടെ സ്ഥാനമൊന്നും ഇല്ലല്ലോ. അന്നമ്മയുടെ ഭർത്താവും ഞാനും തമ്മിലുണ്ടായിരുന്ന സ്നേഹത്തെ കരുതിയാണ് നിങ്ങളുടെ മകനെ ഞാൻ ഈ നിലയിൽ എത്തിച്ചത്. അവനെ ഞാൻ ഇന്നും എന്റെ മകനെ പോലാണ് കരുതുന്നത്. അതിനെന്താ, അവനിൽ നിന്ന് ഒരിക്കലും ഒരു തെറ്റുകുറ്റവും വരില്ല പറയിച്ച. പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്രേസിയും അവനുമായിട്ടുള്ള വിവാഹം നടത്തണമെന്നാണ് ഞാൻ ആശിച്ചിരുന്നത്. അത് അങ്ങനെ തന്നെ നടക്കും. ഇപ്പൊ അവരെന്തോ ഒരു പരീക്ഷണം നടത്താൻ പോവാണെന്ന് പറയുന്നത് കേട്ടു. നടക്കട്ടെ, എല്ലാം ഒരു പരീക്ഷണം തന്നെ. അമ്മ പറഞ്ഞു കാണുമല്ലോ, ഞാൻ പ്രാക്ടീസ് തുടങ്ങാൻ പോവുകയാണ്. മാത്തുക്കുട്ടി, നീ നന്നായി വന്നാൽ മതി. എന്നോട് ചില കടപ്പാട് നിനക്കുണ്ടെന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ? തീർച്ചയായും ഉണ്ട്. എന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാൻ മറിയിച്ചനെയാണ് കാണുന്നത്. എനിക്ക് ആൺമക്കളില്ലാത്തതിന്റെ കുറവ് നീ പരിഹരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതിനൊരിക്കലും തെറ്റുവരികയില്ല. എനിക്ക് പെൺമക്കളില്ലാത്തതിന് ദൈവം എനിക്ക് തന്ന മകളാണ് എന്റെ ഗ്രേസി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നിൽക്ക്. നീ നേരത്തെ വന്ന് പറയേണ്ടതായിരുന്നു. പറയിച്ച സ്വല്പം പരിഭവത്തിലാ. ഞാൻ പറഞ്ഞോളാം അമ്മേ. ഇതിരിക്കട്ടെ. ഡിസ്പെൻസറിക്ക് വേണ്ട സാമഗ്രികളെല്ലാം ആയോ? മിക്കവാറും ഒക്കെ ആയി. ഇനിയും പണത്തിന് ആവശ്യം വല്ലതുണ്ടെങ്കിൽ എന്റെ പേർക്ക് എഴുതണം കേട്ടോ. കഴിയുന്നത് ഇവിടെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നോക്കാം. നമ്മുടെ ജാർജ് വക്കീൽ വളരെ നല്ല മനുഷ്യനാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും അദ്ദേഹം സാധിച്ചു തരും. ഞാനും അദ്ദേഹത്തിന് എഴുത്ത് അയച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്നെ കീറിക്കൊണ്ടോ ഈ പണമൊക്കെ ഇങ്ങനെ കൊടുക്കാൻ? ഇതൊക്കെ വെറുതെ കിട്ടിയതാണോ? അല്ല, നോക്കണേ, ഒരു കാട്ടായ ഈ പണമൊക്കെ ഇങ്ങോട്ട് വാങ്ങിക്കുന്നതിന് വേണ്ട. ഈ കാര്യത്തിന് നിന്റെ ഉപദേശം ഒന്നും വേണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ? അല്ലേലും എനിക്കിവിടെ സ്ഥാനമൊന്നും ഇല്ലല്ലോ. കുറച്ച് ചൂട് പിടിക്കാൻ വന്നതാ. ഇപ്പൊ സൗകര്യപ്പെടത്തില്ല. ഉച്ച കഴിഞ്ഞിട്ടോ. എടാ, നിങ്ങളുടെ അവിടെ എടാ കള്ള, നിന്റെ കട്ടിലേറ്റ് ഇനിയാണ് അവസാനിക്കും. എന്നാ തിന്നോ? നിന്നെ ഇനിയാ ശരിപ്പെടുത്തും. നീ അത്രയ്ക്കാണോ? നിന്നോടെ
ഗ്രേസി. ഇപ്പൊ പോയെങ്കിലേ വണ്ടി കിട്ടുകയുള്ളൂ. അവിടെ ചെന്നടന്നെ എഴുത്തയക്കണേ. അതിനെന്താ, ദിവസം 2 എഴുത്ത് വീതം അയച്ചേക്കാം, പോരെ? ഗ്രേസി, ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ. എന്റെ കൂടെ പോരാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതുകൊണ്ട് അമ്മയെ കൂടെ നോക്കിക്കോണേ. മോനെ, പിന്നെ ഒരു കാര്യം, നീ പാവങ്ങളോടൊന്നും പണം വാങ്ങിക്കരുത്. എല്ലാരോടും കരുണയായിട്ടും സ്നേഹമായിട്ടും പെരുമാറണം. ശരിയമ്മ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഓ, സാരമില്ല. ഏതായാലും ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വരുത്താം. അതിനൊക്കെ സൂക്കേടൊന്നുമില്ല. അല്പം ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് ആ ഇൻഷുറൻസ് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിൽ ചേർത്തില്ല. അയാൾ മരുന്നിന് എഴുതി തന്നു. പക്ഷെ മരുന്നിന് വലിയ ഗുണമില്ല. ഇൻഷുറൻസും വേണ്ട, ഒന്നും വേണ്ട. നമുക്കിപ്പൊ തന്നെ പോയി ഒരു നല്ല ഡോക്ടറെ കാണാം. ഓ, അദ്ദേഹം വരുന്നുണ്ട്. ആരാ? നമ്മുടെ ഡോക്ടർ മാത്യൂസ്. അദ്ദേഹം വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. നമുക്കിപ്പൊ തന്നെ ആശുപത്രിയിലേക്ക് പോകാം. വേണ്ട. വേണ്ട, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല. അതുകൊണ്ടല്ല, ഏതായാലും ഡോക്ടർ മാത്യൂസ് നാളെ വരുന്നുണ്ടല്ലോ. വരട്ടെ. നമുക്ക് അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് സ്വീകരിക്കാം. അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നോ? എത്ര കാലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്? ഇതെന്റെ മിസ്സസ് ആനി. പുതിയ ഒരു വണ്ടി പിടിച്ചോണ്ട് ലഗേജ് എല്ലാം കയറ്റി വേഗം. നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ വന്നിരുന്നു. ഇപ്പൊ വർഷങ്ങൾ കുറെ ആയല്ലോ. 6 വർഷം കഴിഞ്ഞു. കുട്ടികൾ ആണെത്ര പെണ്ണെത്ര? ആണും പെണ്ണുമായി ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഇവിടെ വെച്ചോ. എന്താ മിസ്സസ് പറയുന്നത്? ഒന്നുമില്ല. എന്നാ വർത്തമാനമല്ല, വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പുറപ്പെടാം. പുരിയ, എന്റെ ഹാറ്റ് വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തു പോരെ. എടാ, ഹാറ്റ് എന്ന് വെച്ചാൽ തൊപ്പി മണ്ട. മറിയച്ചനും മറ്റും സൗഖ്യമാണല്ലോ. അതെ. മാത്യൂസിന്റെ വിവാഹം ഒന്നും ആയില്ല. ആയെങ്കിലും ഇവിടെ അറിയിക്കാതിരിക്കൂ. അപ്പോ ഡിസ്പെൻസറിയും ലാബറട്ടറിയും ഒക്കെ ശരിപ്പെട്ടോ? ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അയാൾ അതൊക്കെ ഇപ്പൊ ശരിപ്പെടുത്തി കാണും. എന്നാൽ കഴിവുള്ള എല്ലാ സഹായങ്ങളും ഡോക്ടർക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം സാധിച്ചു തന്നാൽ വലിയ ഉപകാരമായി. എന്താണ്? ഒരു വേലക്കാരന് വേണം, വിശ്വസ്തനും സമർത്ഥനുമായിരിക്കും. നല്ല പരിചയമുള്ള ആളാണെങ്കിൽ വളരെ നല്ലത്. നോക്കട്ടെ. അനിമ, എന്റെ അമൃതന്റെ കാര്യം, അനിമയ്ക്ക് പുണ്യം കിട്ടും. നമ്മുടെ ആ തോമായെ അതെ, തക്കതായ ആളെ ഞാൻ ഏർപ്പെടുത്തി തരാം. നാളെ തന്നെ അയച്ചേക്കാം. എങ്കിൽ വലിയ ഉപകാരം. ചായ കുറച്ചുകൂടെ. താങ്ക്സ്. ആതിഥ്യം കൊണ്ട് നിങ്ങൾ എന്നെ ശ്വാസം മുട്ടിക്കുമല്ലോ. ഇനിയും ഉണ്ടല്ലോ സമയം. ഞാനൊരു നിത്യ വിരുന്നുകാരനായേക്കാം. ഒടുവിൽ നിങ്ങൾ തന്നെ പറയും മതിയേ മതിയെന്ന്. അതൊരിക്കലും ഉണ്ടാവും. അപ്പോ ഇത് വാടിപ്പോയല്ലോ. ഞാൻ വേറൊരു പൂ കൊണ്ടുവരാൻ പറയാം. ആനി, സൂക്കേടിന്റെ കാര്യം ഒന്ന് പറയണ്ടേ? അദ്ദേഹം ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. നാളെ സൗകര്യമായി ചെന്ന് കാണാം, അത് മതി. എന്താ? അല്ല, ഞാൻ നാളെ അങ്ങോട്ട് വരാം. വരണം. അപ്പോ ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. അത് വേണ്ട, ഇവിടെ നിന്ന് കൊടുത്തേക്കാം. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. താങ്ക്സ്. എനിക്ക് പൂ വളരെ ഇഷ്ടമാണ്. ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. തീർച്ചയായും. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? ഒന്ന് എണീക്കണ്ട. ഒരു വല്ലാത്ത കുറിച്ച് തന്നെ. ഒന്ന് എണീക്കാൻ പറഞ്ഞു. പിന്നെ ജോലിക്ക് പോകണ്ടേ? എന്നാ ജോലിക്കാതി? എന്നാ ജോലിക്കല്ല. വക്കീലത്തിന് എടുത്തു തന്ന കാര്യം ഉറക്കത്തിൽ നടന്നു പോയാ വേഗം തന്നെ. ഞാൻ പോണോ? ഞാൻ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ട് ഇവിടെ അങ്ങനെ ഇരുന്നോളാം. ദൈവമേ, ഇയാളെ എന്നാ ചെയ്യാനാ? എഴുന്നേപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ മര്യാദയ്ക്ക് എഴുന്നേക്കോ. ഈ എഴുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ല്. എങ്ങോട്ടാ? ഡാക്ടർമാരുടെ അടുത്തേക്ക്. എനിക്കെന്നാ സൂക്കേടാ? സൂക്കേടിനല്ലെന്ന്. പിന്നെ ജോലിക്കാ. എന്നാ ജോലിയാ? അതവിടെ ചെല്ലുമ്പോഴേ അറിയുന്നത്. എന്റെ പൊന്നു മറിയമ്മ, അവരെന്നെ കുത്തിവെച്ച്
ഞാനങ്ങ് ചത്തുപോവുകയാണെങ്കിൽ നിനക്കും നിന്റെ കൊച്ചിനും പിന്നെ ആരുണ്ടടി മറിയ. ഞാൻ പോകുന്നില്ല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് പോ. ഇയാൾ ഡിസ്പെൻസറിലേക്ക് വിളിച്ചോണ്ട് പോകും. ഞാനിതാ വരുന്നു. വരണം വരണം. ഇരിക്കണം. അപ്പോ രോഗികളൊക്കെ വന്നു തുടങ്ങി. അറിഞ്ഞും കേട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. പത്രങ്ങളിലൊക്കെ ഒന്ന് പരസ്യം ചെയ്യേണ്ടതായിരുന്നു. സമർത്ഥമായ ഡാക്ടർമാർക്ക് പരസ്യമുണ്ട്. അത് വാസ്തവം. പിന്നെ ഞാനും ഒരു രോഗിയാണെന്ന വിവരം മാത്യൂസ് അറിഞ്ഞാണേ ഇല്ല. ഡോക്ടർ വന്നിട്ട് ചികിത്സിക്കുള്ളെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. എന്താണ് അസുഖം? ഉടനെ തന്നെ പരിശോധിക്കാം. എന്നിട്ട് ഇന്നലെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? വന്ന ഉടനെ തന്നെ എങ്ങനെ പറയുന്നു എന്ന് വിചാരിച്ച. അത് കൊള്ളാം. വരണം. അവിടെ ഇരിക്കാമല്ലോ. സൂസി, നിനക്ക് ഇവിടെയാണോ ജോലി? അതെ. ആനിമ എന്താ വന്നത്? അദ്ദേഹത്തിന് നല്ല സുഖമില്ല. ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. സൂസി, ഈ ഡോക്ടർ ചികിത്സയ്ക്ക് മിടുക്കനാണോ? ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എങ്കിലും മിടുക്കനാണെന്നാ തോന്നുന്നത്. ആനിമയ്ക്ക് ഇവിടെ ഇരിക്കാമല്ലോ. വേണ്ട, ഞാൻ അങ്ങോട്ട് പോവുക. ഞാൻ പോട്ടെ. പൂർണ്ണമായ വിശ്രമമാണ് ആവശ്യം. വേഗം സുഖമാകുമ്പോൾ ഡോക്ടർ. ഈ രോഗം എത്രയും വേഗം ഭേദപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. ഞങ്ങൾ എന്നും ഡോക്ടറോട് കടപ്പെട്ടവരായിരിക്കും. അത് എന്റെയും കൂടെ കടമയാണല്ലോ. എങ്കിലും എത്ര നാൾ വേണ്ടിവരും? അത് ഇപ്പോഴെങ്ങനെ തീർച്ച പറയാൻ സാധിക്കും? 6-7 മാസം മുമ്പ് ക്രിസ്മസ് രാത്രിയിലാണ് ആദ്യമായി ഇതിന്റെ ലക്ഷണം കണ്ടത്. എന്നാൽ ഇനിയത്തെ ക്രിസ്മസ് രാത്രിക്ക് മുൻപ് എന്റെ സ്നേഹിതൻ പൂർണ്ണ ആരോഗ്യവാനാവും. ഇനി ഇവിടെ താമസിക്കാൻ മറ്റോ വേണം? വേണ്ട, ഞാൻ വീട്ടിൽ വന്ന് ചികിത്സിച്ചോളാം. ദേഹം ഇളക്കരുത്. ആഹാരമെല്ലാം നിയന്ത്രിക്കണം. ഈ മരുന്ന് ദിവസം 3 നേരം 1 ഔൺസ് വീതം കഴിക്കണം. വേറൊന്നും വിചാരിക്കരുത്. ഇത് മരുന്ന് വിലയായി കണക്കാക്കിയാൽ മതി. അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സ്നേഹിതന്റെ സുഖക്കേട് ഞാൻ പൂർണ്ണമായി നീക്കിത്തരാം. അതിന് പ്രതിഫലമായി നിങ്ങളൊരു വാഗ്ദാനം ചെയ്യണം. തീർച്ചയായും. എന്റെ ജീവനേക്കാൾ വലുതല്ലോ. എന്നാൽ യാതൊരു പ്രതിഫലവും നിങ്ങൾ എനിക്ക് തരണം. കാപ്പി തന്നാലോ? അത് തന്നില്ലെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു കുടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. പിന്നെ വന്ന് കണ്ടുകൊള്ളാം. ഇതെന്റെ അസിസ്റ്റന്റ് ഡോക്ടർ ഫിലിപ്പ്. ഇത് മിസ്റ്റർ ജോർജ്, അഡ്വക്കേറ്റ്. കേട്ടിട്ടുണ്ട്. ഈ മരുന്ന് ഡിസ്പെൻസറിന്റെ അടുത്ത് കൊടുക്കാൻ പറയണം. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങോട്ട് എഴുത്തുകൊണ്ട് കൊടുക്കും. ചെല്ലേ. എന്റെ പൊന്നു മാളാരെ, ഈ നിൽക്കുന്ന സാധനം എന്റെ കെട്ടികളാണ്. എടി, പാമ്പിനെ കൊണ്ട് കൊത്തിക്കാനാണോടി എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത്? എനിക്ക് ചിലവ് തരാൻ കഴിയണെങ്കിൽ അത് പറഞ്ഞേച്ചാ പോരായിരുന്നു. ഞാൻ ചത്തോളാം. എന്നാലും ഞാൻ പാമ്പിന്റെ കടി കൊണ്ട് ഞാൻ ചാകിയല്ലടി. ഒരു മനുഷ്യന്റെ വർത്താനം കേട്ടു. നിന്നെ കൊല്ലും, നോക്കിക്കോ. എന്റെ പൊന്നേമാൻ. ഓഹോ, ജോർജ് പറഞ്ഞയച്ചാണല്ലേ? വരും. ചെല്ലാൻ അങ്ങോട്ട്. ഞാൻ വരുന്നില്ല. എടി, ഞാൻ ചാന്നിനുമ്പ് എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. എന്റെ കർത്താവിനെ താങ്ങാനല്ലെന്ന്. ചെല്ല്. ഞാൻ പോട്ടെ. ആനിമ കാത്തിരിക്കും. എന്നെ തന്നെ ഇട്ടു പോവാണ്. പൊയ്ക്കോ. എനിക്ക് എഴുത്തൊന്നുമില്ലേ? ഇല്ല. മോന്റെ എഴുത്താണോ അമ്മമ്മേ? ആയിരിക്കും മോളെ. ഇതൊന്ന് വായിക്കും.
പ്രിയപ്പെട്ട അമ്മച്ചിക്ക്, ഞാൻ സസുഖം ഇവിടെ എത്തി. ഡിസ്പെൻസറി തുടങ്ങി. ഈ നാട്ടുകാർക്കെല്ലാം എന്നെ വളരെ തൃപ്തിയാണ്. അഡ്വക്കേറ്റ് ജോർജ് എനിക്ക് വലിയൊരു സഹായമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ സ്നേഹമുള്ളൊരു സ്ത്രീയാണ്. അവർക്കെല്ലാം എന്നെ വലിയ കാര്യമാണ്. എന്റെ പരീക്ഷണം തുടരുന്നു. അതിലാണ് കൂടുതൽ ശ്രദ്ധ. എന്റെ പരീക്ഷണം വിജയിക്കാൻ അമ്മ പ്രാർത്ഥിക്കണം എന്ന് സ്വന്തം മകൻ. പരീക്ഷണം ഇതാ. എന്താ മോളെ? ഒന്നുമില്ല. മോക്ക് അവൻ എഴുത്തയച്ചില്ലേ? ഇവൻ എന്തൊരു മനുഷ്യനാ. ജോലി തിരക്കൊണ്ടായിരിക്കും. നീ അങ്ങോട്ട് അയച്ചില്ലയോ? പിന്നെ അയച്ചില്ലേ? ഞാൻ എത്ര എഴുത്തയച്ചു. ഇനി മേൽവിലാസം തെറ്റിപ്പോയതോ മറ്റാണോ? ഞാനല്ലേ അമ്മയുടെ എഴുത്തിന് മേൽവിലാസം എഴുതിയത്. എന്നിട്ട് എന്റെ എഴുത്തിന് മാത്രമേ മേൽവിലാസം തെറ്റുകയുള്ളൂ. അതൊന്നും അല്ല, സ്നേഹിക്കാൻ അവിടെ വേറെ ആളുണ്ടെന്ന്. മോളെ ഗ്രേസി, അദ്ദേഹം വരുന്നുണ്ട്. ഡാക്ടർ. സ്നേഹിതൻ അയച്ചു തന്ന ആള് കേമൻ. ആര്? തോമായോ? അതെ, പാമ്പുകളെ കണ്ടപ്പോ തീർന്നൊരു ഓട്ടം. ആള് പാവമാണ് കേട്ടോ. അത് കുറച്ച് വർത്തമാനം പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. മരുന്ന് കുടിച്ചു ആശ്വാസം തോന്നുന്നുണ്ട്. നീ കാറ്റും പ്രകാരം എല്ലാം വേഗം എടുത്തു വയ്ക്കും. രാത്രി ശരിക്കും ഉറങ്ങുന്നുണ്ടല്ലോ. പകൽ ഒട്ടും ഉറങ്ങരുത്. രാത്രിയിൽ ഉറക്കം ഇളക്കിയേ. പ്രതിഫലമോ വാങ്ങിയില്ല. കാപ്പി തീർച്ചയായും. ഡോക്ടർ തോമയുടെ കാര്യം പറയുന്നത് കേട്ടല്ലോ. എന്താ ഡോക്ടർ ചിരിക്കുന്നത്? ആള് ജോലിക്ക് പറ്റിയില്ലേ? അതല്ല, ഇഷ്ടം പാമ്പുകളെ കണ്ടതും പേടിച്ചോടി ഹോസ്പിറ്റലിലുള്ള രോഗികളെ മുഴുവൻ വിറപ്പിച്ചു. ആള് തരച്ചിരുന്നല്ലോ. ഇത്ര മനോഹരമായ ചിരി. ലോകത്തിലുള്ള സൗന്ദര്യം മുഴുവൻ ഈ ചുണ്ടുകളിൽ നിറഞ്ഞു നിൽക്കും. ഡോക്ടർ കവിത എഴുതാറുണ്ടോ? ഈ ചിരി കണ്ടാൽ ആർക്കാണ് കവിത വരാൻ? ഈ പലഹാരം ഒന്നും കഴിച്ചില്ലല്ലോ. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് മധുര പലഹാരങ്ങൾ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇപ്പൊ കാപ്പി കുടിച്ചതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്യണം കേട്ടോ. കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം. എങ്ങും ഇറങ്ങി നടക്കരുത്. സ്മോക്കിംഗ് പാടില്ല. അതൊന്ന് പ്രത്യേകം പറയണം ഡോക്ടർ. ക്ഷീണത്തിൽ അല്പം കൂടുതലാണ്. അത് പാടില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നാളെ വരാം. എന്താ? ഒന്നുമില്ല. ഗ്രേസി അകത്തുണ്ടോ? ഇല്ലേ. അവന്റെ എഴുത്ത് വന്നു. മാത്തുക്കുട്ടിയുടെ. എനിക്കൊന്നും കേക്കണ്ട. എന്നിട്ട് അവൻ എന്തോന്നാ പറയുന്നേ? നിനക്ക് കേൾക്കണ്ടല്ലോ. കേക്കട്ടെ. അവൻ ഉടനെ വരും. ക്രിസ്തുമസിന് മുമ്പ് കല്യാണം നടത്താമെന്ന്. ഓ, അവന്റെ കൽപ്പനയാണോ? കേൾക്ക്, അവന് കുറച്ച് പണം കൂടി അയച്ചു കൊടുക്കണമെന്ന്. തരക്കേടില്ല. അവൻ ഈ ഡോക്ടർ പണിക്ക് കിട്ടുന്ന പണമൊക്കെ ആർക്കാ കൊടുക്കുന്നേ? പല പെണ്ണുങ്ങൾക്കും. എന്നിട്ട് നമ്മൾ ഇനിയും പണം അയച്ചു കൊടുക്കണമെന്ന്. കൊടുക്കണ്ടേ? ഒരു കാശ് പോലും അയച്ചു കൊടുക്കണ്ട. എന്നാലാ നീ ആ ചെക്ക് ബുക്ക് എടുക്കാൻ. എന്റെ കർത്താവേ, ഇന്നാളിലും ആ കാരണവര് വന്നിരുന്നു ഗ്രേസിയുടെ കല്യാണം ആലോചിക്കാൻ. വന്നിരുന്നു. എന്നാൽ ഇനിയും വരികയാണെങ്കിൽ നല്ലതുപോലെ ഊണും കാപ്പിയൊക്കെ കൊടുത്തങ്ങ് പറഞ്ഞയച്ചേക്കണം കേട്ടോ. ഇടപെടെ. എന്നോട് ആര് പറഞ്ഞെടുക്കാൻ? മര്യാദ കേട്ടോ. ആനി, ആനി, വല്ല കേക്കോ ബിസ്ക്കറ്റോ ജയിച്ചു കൊടുത്തയക്കുന്നതിന് പകരം ഈ ചീപ്പപ്പോ ലേപ്പം കൊടുത്തയച്ചാൽ ആക്ഷത്തെ തിന്നോ വെച്ചമ്മേ? അദ്ദേഹത്തിന് ഇതാണ് ഇഷ്ടം. ഇന്നാൾ കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോൾ പറയുക, ഞാൻ ചെയ്യുന്ന പലഹാരങ്ങൾക്ക് നല്ല രുചിയുണ്ടെന്ന്. അത് നേരെ ആഞ്ഞമ്മേ. ജീവപലഹാരങ്ങളിൽ നിന്ന് അദ്ദേഹം അടുത്ത് കാണും. പുരിയ, നീ പോകുന്ന വഴി നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുറെ നല്ല റോസാപ്പൂ കുറച്ചോണ്ട് പോകണം. അദ്ദേഹത്തിന് പൂക്കൾ വലിയ ഇഷ്ടമാണ്.
ഡാക്ടർ അദ്ദേഹത്തിന് കൊച്ചമ്മ തന്നയച്ചതാ. അദ്ദേഹത്തിന് മധുരം വലിയ ഇഷ്ടമാണ് എന്ന് കൊച്ചമ്മ പറഞ്ഞോ? മധുരം വലിയ ഇഷ്ടമാണ്. ജയമാനാരാണ് സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു. ആ ചെല്ല് ചെല്ല്, പല പലഹാരങ്ങളുമായിരിക്കും. എന്താ ഡോക്ടർണ്ടാ? അതേവിടെ ഇല്ല, വെളിയിൽ പോയിരിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ. ഇത് നല്ല ഇനമാണോ? ആവശ്യത്തിനുള്ള വിഷം കിട്ടുമോ? പുതിയ പാമ്പാക്കും. ആവശ്യത്തിന് വിഷം കിടക്കാം. പാമ്പ് കൊഞ്ചം കീറിട്ടോ. കാർ പിടിച്ചിട്ടോ? ആണ്. അല്ല തോമാച്ചേട്ടാ, അവൻ അതോട് വച്ചേച്ച് പോയോ? അതെ, അവന്റെ പയറ്റിപ്പിഴപ്പല്ലേ. അതവിടെ ഇരുന്നോട്ടെ. ഇതെന്തിനാ? ഇതോ? ഇതാണ് പാമ്പിന്റെ ഗുട്ടൻസ്. നീ ഇത് കേട്ടിട്ടില്ലേ? നില്ലേ, ഞാനേ ഇത് കെട്ടിട്ടുണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ ഇതിന്റെ സൗണ്ട് കേട്ടല്ലേ അവൻ ഇനി വെളിയിച്ചാണ്. എന്നാ പിടിച്ചു. അപ്പോ ഞാൻ എടുത്തോളായിരുന്നല്ലോ. സാരമില്ല. സൂക്കേട് കുറവുണ്ടല്ലോ ഡോക്ടർ? എന്താ സംശയം? ഒന്നുമില്ല. എങ്കിലും മുമ്പ് അദ്ദേഹത്തിന് എത്രയോ ശാന്ത സ്വഭാവമായിരുന്നു. ഇപ്പോ അത് ഈ സൂക്കേടിന്റെ ഒരു പ്രത്യേക ലക്ഷണമാണ്. മുൻകോപവും ദുശാഠ്യവും കൂടും. സുബോധമില്ലാത്തവനെ പോലെ എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും. അതൊന്നും കൂട്ടാക്കരുത്. ഡോക്ടർ ഞാൻ ആദ്യം വിചാരിച്ച പോലെയല്ല. അദ്ദേഹത്തിന്റെ മരുന്ന് ഫലിക്കുന്നുണ്ട്. അത് ഡാക്ടറോടുള്ള നിന്റെ മതിപ്പ് കൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നു. അതൊന്നും അല്ല, സൂക്കേട് കുറവുണ്ട്. കണ്ടറിയാമല്ലോ. കാണാതെയും അറിയാം. വളരെ ഇഷ്ടമാണ്. എന്തൊക്കെയാ പറയുന്നത്? ഞാന് ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയാ പിച്ചും പേയും പറയുന്നതെന്ന്? ഞാനൊന്നും പറഞ്ഞില്ല.
കൺമണി കരയല്ലേ ഭൂവിലൊരു പിഞ്ചുമുഖം ഭാവിയിൽ ഞാൻ കാണില്ലല്ലോ ജീവിതത്തിൻ കൊമ്പിൽ കൊച്ചു പൂവിനി വിരിയില്ലല്ലോ ജീവിതത്തിൻ കൊമ്പിൽ കൊച്ചു പൂവിനി വിരിയില്ലല്ലോ കൺമണി കരയല്ലേ കയ്യിൽ വന്ന നിധിയല്ലേ കണ്ടിരിക്കും പൊൻകിനാവിൻ ചെണ്ടിലുള്ള പൂന്തേനല്ലേ കൺമണി കരയല്ലേ എന്താ പറയാ കുഞ്ഞിന് ഇന്ന് അവൻ എന്നോട് കിടക്കുന്നത്. അയ്യോ, അവൻ ആര് പാല് കൊടുക്കും? ഞാൻ കൊടുക്കാൻ ഗ്ലൂക്കോസും പാലും ഒക്കെ. അവൻ കിടന്ന് കരഞ്ഞാലും കരയാവില്ല, അത് നോക്കിക്കൊള്ളാം. അതല്ല, അവൻ ഈ കിടക്ക് എല്ലാം ചീത്തയാക്കും. അതൊന്നും സാരമില്ല. എന്നാലും എന്താ പറയാ, എനിക്ക് എന്റെ കുഞ്ഞടുത്തില്ലെങ്കിൽ ഉറക്കം വരില്ല. അങ്ങനെ ശരി. ഇതെന്താണ് തീർത്ത് വലിക്കരുത് ഡോക്ടർ പറഞ്ഞിട്ട് എന്തിനാ പേടിച്ചത്? ഇങ്ങനെ ബോധമില്ലാതായി പോയല്ലോ. ഞാൻ ഡോക്ടറെ കണ്ട് വിവരം പറയട്ടെ. വേണ്ട, എന്താ കുരിയെ പറഞ്ഞയക്കാം. കുരിയ, നീ വേഗം ചെന്ന് ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചോണ്ട് വരണം. വേഗം. ശ്വാസം വിട്ടൊരു നിമിഷം ഉണ്ടെന്ന് വരാം. എണീറ്റ് നടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. മരുന്ന് വാങ്ങിച്ചില്ലേ? ഈ മരുന്ന് കഴിച്ചാൽ ശ്വാസം മുട്ടൽ കുറയുമെന്ന് പറഞ്ഞേക്കും. വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതുകൂടെ കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചേ. എന്താ എടാ കുരിയോ, എന്തോ നാടായത്? ഞാൻ ഇങ്ങനെ തട്ടി പോലെ ഇവിടെ നിൽക്കുന്നില്ലേ? ഒന്നുമില്ല ചേട്ടാ, എനിക്ക് ഒരു വല്ലാത്ത തലവേദന ഇന്നലെ തുടങ്ങിയതാണ്. അതിന് ശകലം മരുന്ന് ചോദിക്കുകയായിരുന്നു. ഇത്രയേ ഉള്ളോ? മരുന്നാണ് ഞാൻ തരാമല്ലോ. ചേട്ടാ, എനിക്കെങ്കിലും തലവേദനയില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അല്ലല്ല, നിനക്ക് തലവേദന ഉണ്ട്. നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. നിനക്കെന്നല്ല, നിന്റെ കുടുംബക്കാർക്ക് മുഴുവൻ തലവേദനയുണ്ട്. ഇല്ല ചേട്ടാ, എനിക്ക് തലവേദനയില്ല. എടാ, ഈ ഗുളിയെ ഉറക്കത്തിനും തലവേദനയ്ക്കും ബെസ്റ്റാണ്. ഡാക്ടർ ആണെങ്കിൽ ഇത് ഓരോന്ന് കൊടുക്കുള്ളൂ. നിനക്ക് 2 എണ്ണം തരാം. പൊളി വാ. ചേട്ടാ ഇല്ല, ഇനി നിന്റെ ആയുഷ്കാലം തലവേദന വരികയില്ല. ചേട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞ പൊളിയടാ. കുറച്ച് വെള്ളം കൂടെ കൊണ്ടു. മരുന്ന് കൊണ്ടുവന്നില്ലേ? ശ്വാസം മുട്ടൽ പിന്നെയും വന്നല്ലോ. ആ കുരിയ പോയിട്ടും കാണുന്നില്ല. എത്ര നേരമായി? ഡോക്ടർ മറ്റേ നഴ്സുമാരുമായി പരീക്ഷയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് മരുന്ന് നന്നായിരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒട്ടും അമാന്തം വിചാരിക്കില്ല, എത്ര ജോലി തിരക്കുണ്ടെങ്കിലും. അത്ര കാര്യമാണ് നമ്മളെ. കുരിയന് ബസ് കിട്ടാഞ്ഞിട്ടായിരിക്കും. മറിയെ പറഞ്ഞയക്കാം. ആ കുരിയ മരുന്ന് വാങ്ങാൻ പോയിട്ട് കാണുന്നില്ല. ഒന്ന് ചെന്ന് നോക്ക വേഗം. ഉറങ്ങാൻ കണ്ട സ്ഥലം. കള്ളു കുടിച്ച എങ്ങനെയുണ്ടോ?
എന്തൊരു കുടിച്ച് അങ്ങനെ എല്ലാട്ടും നോക്കിക്കും. എന്റെ മാതാവേ, എവനെയും കൊണ്ട് തിരിച്ചല്ലോ. എടാ മൂന്നാറടാ. അയ്യോ ഒന്ന് നിർത്താൻ. നടക്ക്. എവിടെയായിരുന്നു കുര്യൻ? എവിടെ ഇരിക്കുന്നു ചോദിക്കാം. എന്റെ ആനിയമ്മയെ എനിക്ക് വന്നൊരു പാവം. കുര്യ, എടാ കുര്യ, എനിക്കുന്നു. ഇത് എത്ര നേരത്തേക്കാ? ഡാക്ടർ എന്നാ പറഞ്ഞു? 3000 ദിവസം കുത്തിവെക്കാൻ കുറിപ്പടിയാണ്. എന്നിട്ട് എവിടെ? അത് പോയി. നിനക്ക് എന്ത് പറ്റിയിട്ട്? എന്ത് ഉറങ്ങിയില്ലേ? അവൻ ഉറങ്ങാതിരിക്കുന്നതൊക്കെ വിഷമൊന്നുമില്ലല്ലോ. ഇതൊരു വലിയ ശല്യമായല്ലോ. അയ്യോ വേണ്ട, ഇവൻ എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല. രാത്രി കണ്ട് കട്ടു തിന്നാൻ പോയതാ. അവനെ പിടിച്ചോണ്ട് തല കുറെ വെള്ളം ഒഴിക്കാം. കഴിയാൻ പാമ്പുകടിയേറ്റുള്ള മരണത്തെ സധൈര്യം നേരിടുക, അതിന് നിത്യമായ ഒരു പ്രത്യൗഷധം കണ്ടുപിടിക്കുക, ലോകത്തിന് തനിക്ക് നൽകുവാൻ കഴിയുന്നതിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സംഭാവന. ഡോക്ടർ മാത്യു പരീക്ഷണം ആരംഭിച്ചു. കാളസർപ്പങ്ങളുടെ വിഷസഞ്ചികളിൽ നിന്നും ശക്തിമത്തായ വിഷം സൂക്ഷ്മതയോടെ വലിച്ചെടുത്ത് ഭദ്രമായി സൂക്ഷിച്ചു. ആ വിഷം ഏതെങ്കിലും ഒരു ജീവിയിൽ പ്രയോഗിച്ച് തന്റെ പരീക്ഷണം ആരംഭിക്കുവാൻ ഡോക്ടർ തീരുമാനിച്ചു. ജീവനുള്ള ഒരു മുയലിന്റെ ശരീരത്തിൽ തന്നെ ആദ്യമായി ആ വിഷം കുത്തിവെച്ചു. ഒരു നിമിഷത്തിനുള്ളിൽ ആ സാധുജീവിയുടെ ശരീരത്തിൽ വിഷം ബാധിച്ചു. ആയുസിന്റെ അവസാന വിനാഴികകൾ നേരിടുന്ന ആ മുയലിന്റെ ശരീരത്തിൽ താൻ കണ്ടുപിടിച്ച പ്രത്യൗഷധവും ഉടൻ തന്നെ അദ്ദേഹം പ്രയോഗിച്ചു. ഉത്കണ്ഠാകുലമായ നിമിഷങ്ങൾ. ആ മുയലിന്റെ ഹൃദയമിടിപ്പുകൾ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഒടുവിൽ അതെന്നേക്കുമായി അവസാനിച്ചു. ഡോക്ടറുടെ നെറ്റിയിലൂടെ വിയർപ്പുചാലുകൾ ഒഴുകി. അങ്ങനെ ആ പ്രഥമ പരീക്ഷണം പരാജയമടഞ്ഞു. പക്ഷേ അദ്ദേഹം നിരാശനായില്ല. ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടിയുള്ള ആവേശം അപ്പോഴും ആ മനുഷ്യസ്നേഹിയിൽ നിറഞ്ഞു നിന്നു. ഗ്രന്ഥങ്ങളിലേക്കും പുതിയ രാസപ്രയോഗങ്ങളിലേക്കും അദ്ദേഹം തന്റെ ബുദ്ധിയെയും മനസ്സിനെയും തിരിച്ചുവിട്ടു. അനുദിന കൃത്യങ്ങൾ പോലും വിസ്മരിച്ചുകൊണ്ട് വിശ്രമരഹിതനായി ആ ഭഗീരഥൻ തന്റെ പ്രയത്നം തുടർന്നുകൊണ്ടിരുന്നു. പരീക്ഷണം, പരാജയം, വീണ്ടും പരീക്ഷണം, വീണ്ടും പരാജയം. പക്ഷേ ഡോക്ടർ മാത്യു ഭഗ്നഹൃദയനായില്ല. ചുറ്റുപാടുമുള്ള ലോകം മുഴുവൻ അദ്ദേഹം മറന്നു കഴിഞ്ഞു.
ഔഷധങ്ങളും ഗ്രന്ഥങ്ങളും മാത്രമായി അദ്ദേഹത്തിന്റെ നിത്യ സഹവർത്തികൾ. തന്റെ ജീവിതത്തിലെ ഏറ്റവും മഹോന്നതമായ ആ അഭിലാഷം നിറവേറ്റുക, അതുമാത്രമായിരുന്നു ഡോക്ടറുടെ ലക്ഷ്യം. നാളെ ഒരു ദിവസം തന്റെ പ്രത്യൗഷധം പാമ്പ് വിഷത്തെ കീഴടക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ അദ്ദേഹം പരീക്ഷണം തുടർന്നു. അപ്പോഴെല്ലാം അടുക്കും ചിട്ടയുമുള്ള ആ മേശപ്പുറത്ത് അനവധി കത്തുകൾ കുന്നുകൂടിക്കൊണ്ടിരുന്നു. മകനെ കാണുവാൻ കൊതിക്കുന്ന അമ്മയുടെയും മറുപടിക്ക് വേണ്ടി വേദനയോടെ കാത്തിരിക്കുന്ന ഗ്രേസിയുടെയും കത്തുകൾ ആ കൂട്ടത്തിൽ കിടന്ന് വീർപ്പുമുട്ടുന്നത് പാവം ഡോക്ടർ അറിഞ്ഞിരുന്നില്ല. എഴുത്ത് വല്ലതും വന്നോ അമ്മാമ്മേ? 2 ആഴ്ചയ്ക്കാൻ വരാന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇപ്പൊ മാസം 1 ആയല്ലോ. അതാണല്ലോ എന്റെ കുഞ്ഞ് എനിക്കും അറിഞ്ഞുകൂടാത്തത്. അവൻ വല്ല പാമ്പിനെയോ കുരങ്ങിനെയോ മറ്റോ പിടിച്ച് അപകടം വല്ലതും പറ്റിയോ എന്തോ. എന്റെ കർത്താവ് എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തരുത്. ഒന്ന് അന്വേഷിച്ച് അവിടെ വരെ പോയാലോ? എനിക്ക് എന്റെ കുഞ്ഞ് ദേഹത്തിന് തീരെ സുഖമില്ല. അവനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. വീട്ടിലും ആപ്പാടെ കുഴപ്പമാണ്. മനസ്സിന് യാതൊരു സമാധാനവും ഇല്ല. അദ്ദേഹം വരാമെന്നും പറഞ്ഞു പോയിട്ട് ഇതേവരെ വന്നിട്ടില്ല, എഴുത്തുമില്ല. അപ്പൻ അങ്ങ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അത് തന്നെ കൊച്ചമ്മയ്ക്ക് ഒരു നല്ല തരം. എനിക്ക് പേടിയായിരിക്കുന്നു. അമ്മാമ്മ വന്നൊന്ന് അപ്പനോട് സമാധാനം പറയണം. അല്ലെങ്കിൽ ഞാൻ വരാം മോളെ, വരാം. എന്നാ ഉടൻ തന്നെ പോണം. കൊച്ചമ്മയുടെ ആരാണ്ടേ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൻ അതിന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. എന്നാലും കൊച്ചമ്മ. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വരാം മോളെ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? അവൻ വന്നല്ലോ, പോട്ടെ, അവൻ വരണ്ട. ഒരു എഴുത്തെങ്കിലും അയച്ചോ. ഇനി ആലോചിക്കാനൊന്നുമില്ല. നീ ഒന്ന് പോകത്ത്, എന്നെ ശല്യപ്പെടുത്താതെ. ഞാൻ കൂടെ പറഞ്ഞാലും ദോഷമെന്നേ വിചാരിക്കത്തുള്ളൂ. എന്റെ തലേ വിധി അങ്ങനെ. ആ മുറു ആഭാസന ഉള്ള പണമെല്ലാം വെറുതെ കളഞ്ഞു. അല്ല, പണ്ടാരണ്ട് പറഞ്ഞ പോലെ പാലം കടക്കുള്ളൂ നാരായണ നാരായണ. പാലം കടന്നപ്പോ കൂരായണ കൂരായണ. ഞാൻ പറയുന്ന ആര് വകവയ്ക്കാനാ? അവൻ വരാതിരിക്കില്ല. വരും വരും. ആട്ടെ, ഒരു 2 ദിവസം കൂടെ കാത്തിരിക്കാം. അത് കഴിഞ്ഞ് ഞാൻ പറയാം. അപ്പോൾ അവന് മനസ്സിലാകും ഞാൻ ആരാണെന്ന്. എന്താ പറയിച്ച ഇങ്ങനെ വിഷാദിച്ച്? സന്തോഷിക്കാൻ വകയില്ലാഞ്ഞിട്ട് തന്നെ. എന്താണെന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ അന്നമ്മ ചോദിച്ചത്? എങ്കിലും നിങ്ങളുടെ മകൻ ഇത്ര കണ്ട് നന്ദി കെട്ടവനാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അവൻ എന്തുവാ ഇത്ര നന്ദിയോട് കാണിച്ചത്? ഒന്നും കാണിച്ചില്ല, ഒരു പൊത്തുവരുത്തം പറയാൻ വന്നിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ജീവൻ പോയാലും വാക്ക് മാറുന്നവനല്ല വലിയെടുത്ത് പരീക്ഷ. ഇന്നേക്ക് 2 ദിവസത്തിനകം അവനോട് വന്നില്ലെങ്കിൽ എന്റെ പെണ്ണിനെ കിട്ടുന്ന ചെറുക്കൻ വേറെ ആയിരിക്കും, അത് തീർച്ച. ഈ നാട്ടിൽ വേറെ ആമ്പിള്ളേരില്ലെന്നായിരിക്കും അവരുടെ വിചാരം. വറീച്ചനാ അവനെ ഈ നിലയിലാക്കിയത്. അതുകൊണ്ട് അവനെ പറ്റി ഇങ്ങനെ കട്ടായം പറയരുത്. കട്ടായം തന്നെ. എന്തോ ജോലി തിരക്കും ഉണ്ടായിരിക്കും. അതോ ഇനി എന്റെ കുഞ്ഞിന് വല്ല അക്കടിയും പറ്റിയോന്നും അറിഞ്ഞില്ല. എന്തായാലും കല്യാണ കാര്യത്തിൽ വറീച്ച മറ്റൊന്നും വിചാരിക്കണ്ട. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ ത്രേസ്യാമ്മയോടൊന്നും പറഞ്ഞില്ല. എന്നാ നിങ്ങളോട് തന്നെയാ ഞാൻ പറയുന്നത്. ഞങ്ങളുടെ പെണ്ണിനെ നിങ്ങളുടെ മോന് തരാൻ പോണില്ലെന്ന്. ഞങ്ങൾ ചിലവാക്കി പണം ഞാൻ വന്നേച്ചാ മതി. വറീച്ച എനിക്കിവിടെ കുറച്ചു നേരത്തെ ജോലിയുണ്ട്. 1-2 മണിക്കൂറിലേക്ക് ആരും എന്നെ ശല്യപ്പെടുത്തരുത്. നീ വെളിയിൽ തന്നെ ഇരിക്കണം. ഇന്നിനി ആര് വന്നാലും ഡോക്ടറെ കാണാൻ സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞേക്കോ. എങ്ങോട്ടാ ഈ ബെല്ലും ബ്രേക്ക് ഇല്ലാതെ കാണാൻ? അദ്ദേഹത്തിന് ഇപ്പം കാണാൻ ഒക്കെയല്ല, വൈകുന്നേരം വാ. ഈ പട്ടണത്തിൽ വേറെ ഡോക്ടർമാരില്ലേ? കാശ് കൊടുത്ത ആരാ മരുന്ന് തരാത്ത? വരുവേ. ഞാനില്ല, നമുക്കേതല്ല ഡോക്ടറെ കണ്ടിട്ട് പോയാൽ മതി. ഇവിടെ ഇരിക്കാം. ഇന്നാള് പറഞ്ഞ പട്ടി. ഇവിടെ ഇവൻ വലിയ കൂട്ടുകാണല്ലോ. കടിക്കുമോ? കടിക്കുമെന്നാ? സമയക്കേടാണെങ്കിൽ തിന്നുകളെ. ആളെ കൈ കിട്ടിയാൽ മതി, തൂക്കി എടുത്തോണ്ട് അങ്ങ് മുമ്പിൽ കൊണ്ടുവരും. അങ്ങനെ ഒരു പട്ടിയാണ് നമുക്ക് ഇന്ന് ആവശ്യം. ആൾ അഭ്യാസിയാണ്, സ്റ്റണ്ട് കാണണം. അങ്ങനെ പാടാ ഇതിലേ ജമ്പടാ ജമ്പ് ജമ്പ്. അല്ല, നീ ഇത്ര വേഗം പഴക്കോടാ? ചിറ്റടാ അവിടെ, ചിറ്റ് ചിറ്റ്. ഇതെവിടുന്ന മേടിച്ചതാ. കണ്ടിട്ട് പേടിയാവുന്നല്ലോ. കടിക്കാൻ പറ്റാ ചെയ്യുവോ? വീട്ടിലുള്ളവരെ കടിക്കത്തില്ല, അങ്ങനെ രാത്രി അഴിച്ചു വിടാവും. അപ്പൊ ഡോക്ടർ മറ്റോ രാത്രി വന്ന കടിക്കില്ലേ? ഡോക്ടർ എന്തിനാ രാത്രി വരുന്നത്? അദ്ദേഹം എപ്പോഴാ വരുന്നതെന്ന് അറിയാമോ? ഇവിടെ അവന്റെ ഒരു നോട്ടം. നീ ചെന്ന് ഡോക്ടർ മാത്യൂസ് ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടോ?
ഡോക്ടർ ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ. ഇപ്പൊ കാണാനൊക്കെ ഇല്ല. എന്താ സൂക്കേട്? ഞാൻ നോക്കാമല്ലോ. നീ ആരാ? സൂക്കേടൊന്നുമില്ലേ? കാണാൻ പറ്റില്ലേ? ഇയാളെന്ന് പറ, വലിയടത്ത് വരയിച്ചൻ കാണാൻ വന്ന് നിൽക്കുന്നു. വലിയടത്തെ ആയാലും ശരി, ചെറിയടത്തെ ആയാലും ശരി, ഇപ്പം കാണാൻ പറ്റിയല്ല. അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരി, അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് വരും. 2 മണിക്കൂർ കഴിയാതെ അദ്ദേഹത്തിന് കാണാൻ പറ്റിയല്ല. എടാ, ഇതാരാണെന്ന് വെച്ചാൽ നീ വർത്തമാനം പറയുന്നത്. നിന്റെ ഡോക്ടറെ ഡോക്ടറാക്കിയ ആളാ. നിന്റെ അനുവാദം വേണ്ടടാ. ഇങ്ങ് കേറി വാ മുതലാളി. എന്താണ് കാര്യം? ഡോക്ടറെ കാണാൻ വന്നതാ. ഒരു 2 മണിക്കൂർ താമസിച്ചാണെങ്കിൽ 2 മണിക്കൂർ 2 മിനിറ്റ് താമസിക്കാനോ? അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് വരികയാണ്. വളരെ അത്യാവശ്യമാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായി. ശരി, ഞാൻ നോക്കട്ടെ. ഡോക്ടർ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ഡോക്ടറുടെ നാട്ടിലുള്ള ഒരാളാണ്. അത്യാവശ്യമാണ്. ഡോക്ടർ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. ഇപ്പോൾ ആരെയും കാണാൻ തരപ്പെടുകയില്ല. ഡോക്ടറുടെ നാട്ടിൽ നിന്ന് ആരായാലും ഇപ്പൊ കാണാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞില്ല. അവൻ എന്തോന്നാ പറഞ്ഞത്? ഇപ്പോൾ കാണാൻ സൗകര്യമില്ല. സൗകര്യപ്പെടുമെന്ന് ഞാനും നോക്കട്ടെ. എനിക്കിത് കിട്ടണം. പാപ്പിനെയാണ് ഞാൻ പാല് കൊടുത്ത് വളർത്തിയത്. പാടാ ഫ്രണ്ട്. അദ്ദേഹത്തിന്റെ ആരാ നിങ്ങൾ? ആരാണെന്ന്? അദ്ദേഹത്തെ അദ്ദേഹമാക്കിയ ആളാണ്. എന്നെല്ലാം ഞാൻ എടുത്തോളാം. എന്ത് പറഞ്ഞടാ? നീ എന്നെ തല്ലിയല്ലേ? എടാ, എന്നെ തല്ലിയിട്ടുള്ളവരാരും ജീവനോടെ പോയിട്ടില്ല. നിന്നെ ഞാൻ എടുത്തോളാം. നീ ഒന്ന് പോവുകയാണോ? ഇവരെ കാരടാ കുറ്റിയും പൊറിച്ചോണ്ട് വന്ന മലമൂടന്മാര്. എന്താ ഗ്ലൗസ് ഇട്ടില്ലേ? പാമ്പ് വിഷം ഇഞ്ചക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കയ്യിൽ ഗ്ലൗസ് വേണം. ഞാൻ ജയിച്ചു. ഇത് മനുഷ്യരെ പരീക്ഷിച്ച് നോക്കാമല്ലോ. തീർച്ചയായിട്ടും വിഷം തീറ്റി ആരെയും പരീക്ഷിക്കാം. എന്നെ വിളിച്ചോ? വിളിച്ചോളൂ. ഇരുന്ന് ഒന്നാലേ വിളമ്പിച്ചിരിക്കുന്നു. ഇരിക്കാണ്. അയ്യോ, അതെന്താ? വയറ്റിന് സുഖമില്ലായിരിക്കും. വയറ്റി സുഖേടല്ലേ? വൈരാഗ്യം. 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 ആ പിതുമ്പം തോന്നി അവൻ എന്നെ ഒന്ന് കൈവച്ചു. അവനിട്ട് 2 കൊടുക്കാതെ ഞാൻ ഈ അന്നപാനം തുടച്ചില്ല. കളയട്ട, അങ്ങനെ പട്ടണത്തിൽ വെള്ളം 1ഉം 2ഉം ഒക്കെ കിട്ടും. നല്ല അയലക്കറിയുണ്ട്. വേണമെങ്കിൽ 5-6 ഉണ്ടോ? അയലക്കറിയോ? എനിക്ക് വേണ്ട. കുരിയ, നീ നിർബന്ധിക്കരുത്. നിർബന്ധിച്ച ഞാൻ ഉണ്ടുപോകും. വേണ്ടടാ കുരിയ, നീ നിർബന്ധിക്കണ്ട. വെറുതെ അറിയാണ്ട വൈരാഗ്യം കളയുന്നത് എന്തിനാ? നിങ്ങൾ ഉണ്ടല്ല കേട്ടോ. അല്ല, എടുത്തോണ്ട് പോവുകയാണ്. അതേറ്റടുത്ത് വിളമ്പി വെച്ച് ഓരോ തിരിച്ചു കടത്തിയുണ്ട്. ഞാൻ ഉണ്ടോളാം.
മറ്റാര് തമ്മിൽ പിണങ്ങിയാലും നമ്മൾ തമ്മിൽ പിണങ്ങരുത്. നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നിനക്ക് എന്നോട് സ്നേഹമാണെന്നുള്ളത് നിന്റെ നോട്ടം കണ്ടാൽ അറിയാം. നീ എന്നോട് പലപ്പോഴും കോപിച്ചിട്ടുണ്ട്, എന്നാലും ഉള്ളുകൊണ്ട് എന്നോട് നിനക്ക് സ്നേഹമാണ്. നമ്മൾ രണ്ടും എന്നും ഈ വീട്ടിൽ കഴിയേണ്ടവർ. നീ ഒന്നും ഓർക്കണം, നമ്മൾ രണ്ടും ഒന്നാണ്. ഞാൻ നിമിത്തമാണ് നീ ഈ വീട്ടിൽ വന്നത്. എന്താടാ പറഞ്ഞത്? നീ പറഞ്ഞിട്ടാണോ എന്നെ ജോലിക്കെടുത്തത്? എന്താ നീ പറഞ്ഞത്? നമ്മൾ രണ്ടും ഒന്നാണെന്ന്. എന്റെ പൊന്ന് കൈത്തറെ, നീ തന്നെ ഒന്ന് പറഞ്ഞു കൊടുറാ ഈ പെമ്പറന്നൂരോട്. എനിക്ക് വയ്യ. അയ്യോടാ, നീ പച്ചോടാണ് എത്ര നേരം കുമ്പസാരിച്ചത്. ലോകത്തിൽ ഇന്നേ വരെ ആര് സാധിക്കാത്ത ഒരു കാര്യം ഞാനത് ഏകദേശം പൂർത്തിയാക്കി. അമ്മ കുറെ കൂടി ക്ഷമിക്കണം. ഞാൻ ക്രിസ്മസിന് 10 ദിവസത്തിന് മുമ്പ് ഇവിടെ എത്താം. എന്താ ഗ്രേസി? എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഇന്ന് തന്നെ എനിക്ക് മടങ്ങണം. അപ്പം വന്നിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഓ ഒന്നുമില്ല, ഞാൻ പറഞ്ഞോളാം. ഇവിടത്തെ സ്ഥിതി ഒന്നും അറിഞ്ഞുടാഞ്ഞിട്ടാണ്. വാസ്തവമാ മോനെ ഗ്രേസിമോള് പറഞ്ഞത്. ആ പെണ്ണും പിള്ള ഇവിടെ നീട്ടിലും നിലയിലും അല്ല നിർത്തുന്നത്. അവരടുക്കൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. വരണം, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഉള്ളതാ, അത്ര ഒന്ന് പോയിട്ട് വാ. ത്രേസ്യാമ്മ വല്ല അനാവശ്യം പറയുമ്പോ എന്റെ കുഞ്ഞിനെ. കൊച്ചമ്മ അവിടെ ഇല്ല, എങ്ങാണ്ടോ പോയിരിക്കുക. അവരുണ്ടെങ്കിൽ തന്നെ എന്ത്, ഞാൻ വരാം. ഗ്രേസി പോയിക്കോ. കാപ്പിയെല്ലാം ഒരുക്കി വെച്ചേക്കണേ. ആ കൊച്ചുണ്ടായിരുന്നത് കൊണ്ട് ഞാനിങ്ങനെ എഴുന്നേറ്റിരിക്കുന്നു. അവൾ ആ 3 നേരവും എനിക്ക് മരുന്ന് തന്നോണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അമ്മ എന്റെ കൂടെ പോരാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. അമ്മയുടെ ഇഷ്ടം. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പ്രേമം കൈപ്പാണ് നെല്ലിക്ക പോലെ. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പ്രേമം കൈപ്പാണ് നെല്ലിക്ക പോലെ. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ. കാഞ്ഞിര കുരുവാണു മുന്നേ നല്ല കൽക്കണ്ടമാണതു പിന്നെ. കാഞ്ഞിര കുരുവാണു മുന്നേ നല്ല കൽക്കണ്ടമാണതു പിന്നെ. വീഴുന്ന കണ്ണീരിനുപ്പും പിന്നെ വിരഹത്തിൻ കൈപ്പും ചവർപ്പും. വീഴുന്ന കണ്ണീരിനുപ്പും പിന്നെ വിരഹത്തിൻ കൈപ്പും ചവർപ്പും. അപ്പോഴേ ഞാൻ അറിഞ്ഞല്ലോ ചൊല്ലും ഇപ്പുതു വേദാന്തമാകെ. അപ്പോഴേ ഞാൻ അറിഞ്ഞല്ലോ ചൊല്ലും ഇപ്പുതു വേദാന്തമാകെ. അപ്പോഴേ ഞാൻ അറിഞ്ഞല്ലോ. പെണ്ണിലെ കണികളെ കാണും മണ്ണിന്റെ നെല്ലിക്കയാണ് എനിക്കിഷ്ടം. പെണ്ണിലെ കണികളെ കാണും മണ്ണിന്റെ നെല്ലിക്കയാണ് എനിക്കിഷ്ടം. മറ്റെന്തിനേക്കാളും ഇഷ്ടം ഇതിൽ മറ്റുള്ളവർക്ക് എന്തുണ്ടു നഷ്ടം. മറ്റെന്തിനേക്കാളും ഇഷ്ടം ഇതിൽ മറ്റുള്ളവർക്ക് എന്തുണ്ടു നഷ്ടം. അപ്പോഴേ നാം അറിഞ്ഞല്ലോ പ്രേമം കൈപ്പാണ് നെല്ലിക്ക പോലെ. അപ്പോഴേ നാം അറിഞ്ഞല്ലോ. ആപത്തിൻ പുഴകളിൽ വീഴും പൊങ്ങും അപവാദ ചുഴിയിൽ നാം താഴും. കണ്ണീരാലോചത്തിലോളും പിന്നെ കല്യാണ സംഗീതമേളം. അപ്പോഴേ നാം അറിഞ്ഞല്ലോ പ്രേമം കൈപ്പാണ് നെല്ലിക്ക പോലെ. അപ്പോഴേ നാം അറിഞ്ഞല്ലോ.
എന്താ ഉറങ്ങാൻ വട്ടം കൂട്ടുകയാണോ? ഇല്ല, ഉറങ്ങിക്കൊള്ളാം. ഞാൻ നോക്കിയോട്ടെ. മഴ നനഞ്ഞു എന്ന് തോന്നുന്നല്ലോ. സാരമില്ല, പഠിക്കൽ നിന്ന് ഇത്ര നനഞ്ഞതേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഡാക്ടർ നനയണ്ടായിരുന്നു. എനിക്ക് മഴ നനഞ്ഞാലും സൂക്കേടൊന്നും വരികയില്ല. സൂക്കേടുകൾക്ക് എന്നെ ഭയമാ. മനുഷ്യർക്കും മനുഷ്യർക്കും എന്നെ ഭയമാണോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. മിസ്സസ് എവിടെ? ഞാൻ വന്നത് അറിഞ്ഞില്ലായിരിക്കും. ഇപ്പൊ വരും. അല്ല, ഈ മരുന്നൊന്ന് കുടിച്ചില്ലേ? കുടിച്ചു. ഡാക്ടർ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ ഈ സുഖക്കേട് ഭേദമാകുമോ? എന്താ ഇന്നങ്ങനെ ചോദിക്കാൻ? സുഖക്കേട് ഭേദമായി എന്നു പറയാം, എങ്കിലും സൂക്ഷിക്കണം. ഞാൻ വന്നത് അറിഞ്ഞു. സംസാരിക്കുന്ന ശബ്ദം കേട്ടപ്പോ മനസ്സിലായി. ഡാക്ടറുടെ ശബ്ദത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. മഴ ആയതുകൊണ്ട് ഇന്ന് ഡോക്ടർ വരിയില്ല എന്ന് പറഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. എന്താ ഈ മരുന്ന് കൊടുക്കാത്തത്? കൊടുക്കാഞ്ഞിട്ടാണോ? കയ്പാണത്രേ. കൊച്ചു കുട്ടികളെ പോലെയാണ്. സൂക്കേട് ഭേദമാകില്ലെന്നാ പറയുന്നത്. ഞാൻ എന്താ ഡോക്ടർ ചെയ്യേണ്ടത്? ഭേദമാകില്ലെന്ന് നിനക്കാണ് തോന്നുന്നത്. വാസ്തവത്തിൽ എന്റെ രോഗം ഭേദമായി ഡാക്ടർ. വർത്തമാനം കേട്ടില്ലേ? ഇനി ഡോക്ടർ വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്നാ പറയുന്നത്. ഡാക്ടർ എനിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടി. ആരെയും അധികം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്റെ ബുദ്ധിമുട്ടിനെ പറ്റി കൂട്ടാക്കണ്ട. ഞാൻ മിസ്റ്റർ ജോർജിനോട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത് വളരെ ഗൗരവമുള്ള സൂക്കേടാണ്. ഞാൻ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ കേൾപ്പിക്കണം. വല്ല വിധത്തിലും ഈ സൂക്കേടൊന്ന് ഭേദമായാൽ മതിയായിരുന്നു. കഴുത്തിലൊരു ഫ്ലാനൽ ചുറ്റാൻ പറഞ്ഞിട്ട് ചുറ്റാതെ തന്നെ ഒരു ശ്വാസം മുട്ടൽ. ഉണർന്നിരിക്കുമ്പോഴും പിച്ചും പേയും പറയുക. സുഖമായി കിടന്നുറങ്ങണം. ഇത്രയും പ്രായമായ ആളോട് ഇങ്ങനെയൊക്കെ നിർബന്ധിക്കണമെന്നുണ്ടോ? ഞാൻ അത്ര വയസ്സനാണെന്ന് തോന്നുന്നു. ഇപ്പൊ തോന്നിയാ തന്നെ എന്ത്? ഷേവ് ചെയ്ത് തലമുടിയൊക്കെ ചെയ്യി ഡ്രസ്സും ചെയ്ത് ഇറങ്ങുമ്പോ ആൾ യോഗ്യനാകുകയല്ലേ? ഇപ്പൊ തീരെ പ്രാകൃതനാണല്ലേ? എനിക്കാണോ? ചായ കുടിച്ചാ ഉറക്കം വരികയില്ല. ഡാക്ടർക്ക് ഉറക്കം വരാത്തത് ചായ കുടിച്ചിട്ടാണോ? കുറച്ചെങ്കിലും കുടിക്കണം. ഞാൻ ഇറങ്ങട്ടെ, നാളെ നേരത്തെ വരാം. ഡോക്ടർ പോകുന്നെന്ന് ഉറങ്ങായിരിക്കും, ഉപദ്രവിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഇതിന്റെ അവസാനം. ഡോക്ടർ, ദൈവത്തെ ഓർത്ത് എന്നോട് നേര് പറയുമോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? എന്താ എന്നെ വിശ്വാസമില്ലേ? അയ്യോ, അതുകൊണ്ടല്ല. എനിക്ക് എന്തെങ്കിലും ഇതിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് ഡോക്ടർ തരുന്ന ധൈര്യമാണ്. പിന്നെന്താ? അദ്ദേഹത്തിന് ഇപ്പൊ സദാസമയം എന്നോട് ദേഷ്യമാണ്. എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാമോ? അതൊന്നും വകവയ്ക്കാനില്ലെന്ന്. എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ. ഡോക്ടർ, അദ്ദേഹം പരുക്കനായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് വേണ്ടി ക്ഷമിക്കണം. ഓ, അതൊന്നും സാരമില്ല. മഴ വീണ്ടും വരുന്നു. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഞങ്ങളുടെ ബംഗ്ലാവിലേക്ക് എഴുത്ത് വല്ലതും ഉണ്ട്? ഗ്രേസ്യമ്മയ്ക്ക് ഒരു എഴുത്തുണ്ട്. ഓ, ഈ എന്നാ ഇതാർക്കാ? അവരെ ഇവിടെ ഇല്ല, ഞങ്ങളുടെ ബംഗ്ലാവിൽ ഇരിക്കുക. ഇനി എന്നാട്ടെ, ഞാൻ കൊടുത്തേക്കാം. ആ പിന്നെ ഈടെ വീട്ടിൽ നിന്ന് എഴുത്തുകളൊന്നും കാണുന്നില്ലല്ലോ. അതിശയമായിരിക്കും. അവിടെ വിശേഷമൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കും. ക്രിസ്മസിന് 10 ദിവസം മുമ്പ് ഞാൻ ചെല്ലാമെന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ മട്ട് കണ്ടിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അടുത്തെങ്ങാനായിരുന്നു ഞാനൊന്ന് ഓടിയിട്ട് വരാമായിരുന്നു. അടുത്തെങ്ങും അല്ലല്ലോ. किनारे
എപ്പോഴാ പാമ്പ് കടിച്ചത്? ഇന്നലെ രാത്രിയിലാണ്. ബോധമില്ലാതായത്? ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ. എന്റെ മോൻ രക്ഷപ്പെടും അമ്മാനെ. എല്ലാത്തിനും ദൈവമുണ്ട്. സമാധാനമായിരിക്കും. എന്റെ മോനെ കിടന്നോളൂ. ഇവിടെ തന്നെ കിടന്നോളൂ. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ട് അങ്ങനെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു. ലോകചരിത്രത്തിൽ താങ്കൾ ഒരു പുതിയ അധ്യായം സൃഷ്ടിക്കാൻ പോയി. ഉടനെ പത്രങ്ങളിൽ നമുക്ക് പ്രസിദ്ധപ്പെടാം. നിങ്ങൾ ഇത് കണ്ടോ? എന്താ ഡോക്ടർ മാത്യൂസിന്റെ പുതിയ കണ്ടുപിടുത്തം പാമ്പ് വിഷത്തിന്. ഏത് പാമ്പ് കടിച്ചാലും 24 മണിക്കൂറിനുള്ളിൽ കുത്തിവെച്ചാൽ സുഖപ്പെടുത്തുന്ന മരുന്നെന്ന്. നോൺസെൻസ്, വെറും തട്ടിപ്പ്. നമുക്ക് അയാളെ വെല്ലുവിളിക്കാം. ഒരു പൊതു സ്ഥലത്ത് വെച്ച് അയാൾ പരീക്ഷണം നടത്തട്ടെ. തട്ടിപ്പാണെങ്കിലോ? ആണെങ്കിൽ അയാൾ ഈ ഉദ്യോഗത്തിന് പോകില്ലെന്ന് പരസ്യമായി മാപ്പ് പറയണം. ഈ വിവരം നമുക്ക് ഉടനെ പത്രത്തിൽ. എന്റെ പൊന്ന് സാറേ, ഇനിയൊന്ന് വായിക്കും. ഈ എഴുത്ത് കണ്ടാൽ അവളുടെ ഹൃദയം സ്പന്ദിക്കണം. എന്റെ കരളെ, ഒത്തിരി നാളായി ഞാൻ പറയാൻ കൊതിച്ചിരുന്ന ഒരു കാര്യം ഇതിൽ കുറിക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള സ്നേഹം വിവാഹബന്ധമായി തീരുവാണ്. ഇനി താമസിപ്പിക്കരുത്. സമ്മതമെന്നൊരു വാക്ക് കേൾക്കുവാൻ എന്റെ ഹൃദയം കൊതിക്കുന്നു. എനിക്കൊരു മറുപടി തരണം. ഞാൻ കാത്തിരിക്കുന്നു. അല്ല, പേരെഴുതണ്ടേ? ഇത് നേരിട്ട് കൊടുക്കാൻ പോകും. പിന്നെ പേരെഴുതി അല്ല പോവുകയാണോ? കർത്താവേ, ഇത് എന്തൊരു പോക്കാണ്. ഇതാ മണക്കുത്ത്, നീ ഇപ്പൊ വരുന്നതേ ഉള്ളോ? ഇങ്ങോട്ടാ ചേട്ടാ, ഇത് വേറെ ഞാൻ വാങ്ങിച്ചേരാ. ചേട്ടാ ചെറിയായിട്ടൊന്നും മെനിങ്ങിട്ടുണ്ടല്ലോ. എന്റെ കരളെ, മുതുക്കനായല്ലോ. അത്ര വലിയ മൂപ്പൊന്നും ആയില്ല. കിണിക്കുന്നോ? തനിക്ക് നാണമില്ലല്ലോ. താൻ പെണ്ണ് കെട്ടിയതല്ലേ? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതിനെപ്പറ്റി എന്തിനാ ഇനി പറയുന്നു? അതുകൊണ്ട് ഒന്നുകൂടെ കെട്ടാൻ ഇറങ്ങിയതാണോ? തനിക്ക് ചൂസ് ചെയ്തവരെ മനസ്സിലായിട്ടില്ല. ഞാൻ നോക്കട്ടെ, ഇവിടെ ചോദിക്കാനും പറയാൻ ആളുണ്ടോന്ന്. ഈ പെണ്ണിനെന്താ രാവിലെ വട്ട കഴിയും? പിള്ളേക്കും തിരക്കിലാണോ? ദേ, ഇത് നോക്കിക്കേ. എന്റെ കരള്, ഇതൊന്ന് വേഗം സെർലറ്റിലേക്ക്. അത് വായിച്ചോ പിള്ളേച്ച? എന്റെ ഇടയ്ക്ക് കൊണ്ടുകാരി കാണിക്കരുത് കേട്ടോ. എന്റെ ഇളയ മായക്ക് നിന്നേക്കാൾ പ്രായമുണ്ട്. ഇതിന് തന്തേക്കാൾ മൂത്തതാണല്ലോ ഞാൻ. പിള്ളേച്ച, ഞാനിത് പറഞ്ഞു ഒന്നും വിസ്തരിച്ചില്ല. നീയോട് വന്ന് കയറിയപ്പോഴേ നിശ്ചയിച്ചതാ. എങ്കിലും ജനിച്ചു നീ എഴുതിക്കളഞ്ഞല്ലോ. എന്നെ പിന്നേറ്റ നീ അക്ഷരം പറയണ്ട. ഞാൻ നോക്കട്ടെ നിന്നെ നിലയ്ക്ക് നിർത്താവുമെന്ന്. നീ വരണ്ട. സാറേ, നിങ്ങൾ ഈ കരളിന്റെയും ചങ്കിന്റെയും കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കിയല്ലേ? എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ മരുന്ന് തരണം. ഓ, തരാനോട് എന്താ കാലാക്ഷി? മേടിക്കാനുള്ള മരുന്നുകളുടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിലേ നീ തരാൻ പറഞ്ഞു. കുപ്പി അടുത്തിരിക്കൊണ്ട് എടുത്തോ. ഇല്ലേ കാലാക്ഷി, വൈകുന്നേരം പോകുന്നതിന് മുമ്പേ ഒന്ന് കാണണം. ഓ, യാത്രയാകുന്നുണ്ടോ? ഉണ്ട്. എന്റെ കരളി, നോക്കിയോ? ഓഹോ, പശുവൊന്നും ഇല്ലല്ലോ. യാതൊരു പശുവും. എങ്കിലും ഇത്രയും നാൾ മനസ്സിച്ചിട്ട് നടന്നു കളഞ്ഞു. ഞാനത് അങ്ങോട്ടൊന്ന് പറയണമെന്ന് വിചാരിക്കായിരുന്നു. എന്തോന്ന്? എന്താണോ? ഓ, പാവം. നീ എന്നതാ ഈ കുഴവെന്ന് പറയുന്നത്? ഓ, ഒന്നും അറിഞ്ഞില്ല.
ആള് കൊള്ളാമൻ. ദേ മറുപടി ഞാൻ ഈ അടിയിൽ തന്നെ കുറിച്ച് വെച്ചിട്ടുണ്ട്. മറുപടിയോ? അതെ, നിങ്ങൾ എഴുതുന്ന എഴുത്തിന്റെ മറുപടി. എന്റെ നാരായണ, ഡിക്ഷണറി മുടിഞ്ഞ എഴുത്താനടുത്ത് വായിച്ചത്. ഇതിനല്ലേ വൈകുന്നേരം നിങ്ങൾ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്റെ പൊന്ന് കമലാക്കി, ഒരു 5,000 രൂപ കടം ചോദിക്കാനാണ് ഞാൻ വൈകുന്നേരം കാണണമെന്ന് പറഞ്ഞത്. സൂസി എനിക്ക് എഴുതുന്നതല്ലേ, അവിടെ ചോദിക്കാൻ ഇരിക്കുക. സൂചി അവിടെ എഴുത്തൊക്കെ തുടങ്ങി. ആപത്ത്. എടേ സൂചി. ഡോക്ടറെ കണ്ടു. നീ എന്തിനാ ഡോക്ടറെ കാണാൻ പോയത്? അദ്ദേഹം ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ. അദ്ദേഹം ഒരു വലിയ പരീക്ഷണത്തിൽ മുഴുകിയിരിക്കുകയാണ്. അതെ അതെ, ഭയങ്കരമായ പരീക്ഷണം. പതുക്കെ എണീറ്റ് നടക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഓടാമെന്ന് പറഞ്ഞില്ലല്ലോ. എപ്പോഴും തമാശ തന്നെ. എന്താണ് മനസ്സിൽ? എന്നോട് പറയൂ. എന്നെ പറ്റിയാണോ ചിന്തിക്കുന്നത്? ദൈവം നമുക്ക് മക്കളെ തന്നില്ലെന്നേ ഉള്ളൂ. എനിക്കതിൽ ദുഃഖമുണ്ടെന്നായിരിക്കും അങ്ങയുടെ വിചാരം. 1000 മക്കളെ കാണുന്നതിനേക്കാളും എനിക്കിഷ്ടം അങ്ങയുടെ ഒരു പുഞ്ചിരി. എന്താ എന്നെ എങ്ങനെ നോക്കുന്നത്? മുഖം കണ്ടിട്ട് വളരെ പ്രാകൃതമായിരിക്കുന്നു അല്ലേ? ആട്ടെ, ഇന്ന് ഡോക്ടർ വരുമോ? ഇന്ന് വരികയില്ലെന്ന് പറഞ്ഞു. വലിയ ഉപകാരം. അപ്പൊ ഇന്നെങ്കിലും നേരത്തെ കിടന്നുറങ്ങാമല്ലോ. പ്രഞ്ജു, എടാ പ്രഞ്ജു, എഴുത്തിനെ കൊണ്ട് പോസ്റ്റിൽ ഇടണം. എക്സ്പ്രസ് ലെറ്റർ ആണ് കേട്ടോ. ഓ, നീ പോസ്റ്റ്മാനെ കണ്ട് ചോദിച്ചോ? ഇന്നും എനിക്ക് എഴുത്തൊന്നുമില്ലേ? ഇല്ലല്ലോ.
ഉടൻ തന്നെ വരണമില്ലേ? വരുത്തിയേക്കാം. അന്ന് വിളിക്കുന്നു. ഫ്രഞ്ചു, എന്തോ പെട്ടിയിലെ കടലാസ് എല്ലാം കൊണ്ടൊന്ന് കത്തിച്ചു കളാം. കേസി കാണരുത് കേട്ടോ. ഓ, കളഞ്ഞേക്കാവേ. അയ്യോ അയ്യോ എടാ ഇത് ഞാനാടാ അയ്യോ എന്റെ മുട്ട പോയേ. അയ്യോ 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 എടാ എന്നെ വിടരാ, എന്റെ മുട്ട എടാ എനിക്കൊരു മുണ്ടുള്ളൂ. ഇത് കീറിപ്പോയ വേറെ ഇല്ലടാ. എടാ കൈത്തറി വിടരാ, കുഞ്ഞനാടാ. ഞാനാണ് ഇനി ഞാൻ പിടിച്ചു വലിക്കും, നിന്റെ പല്ലൊക്കെ പോകും. എടാ അങ്ങനെ പറഞ്ഞിട്ടാടാ വിടരാ. എടാ എന്റെ മുണ്ട് കീറുന്ന. എടാ എന്റെ മുണ്ടും കൊണ്ടുവരാ, ഇങ്ങോട്ട് കൊണ്ടുവരാ. എടാ എന്റെ മാതാവ് എന്റെ മുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാ. ഇങ്ങോട്ട് കൊണ്ടുവരാ. എടാ എന്റെ മുണ്ടും കറി കൊണ്ടുവരാ. നീ ഇതുവരെ ഉറങ്ങാത്തതെന്ന്? പറമ്പൊരു ശബ്ദം കേട്ടു, ഒരു വല്ലാത്ത ശബ്ദം. എപ്പോ? അല്പം മുമ്പ്. നീ കേട്ടോ? ഞാൻ ഞെട്ടി ഉണർന്നു പോയി. ഒരു വല്ലാത്ത ശബ്ദം. ഞാൻ ഉണർന്ന പിന്നെ കേട്ടില്ല. ഒരാളിന്റെ ശബ്ദമായിരിക്കുമോ എന്നാ തോന്നുന്നത്? ഈ സമയത്ത് ആര് വരും? ആ കുര്യനെ വിളിച്ചൊന്ന് തിരക്കിയാലോ? എന്തിനാ തിരക്കുന്നത്? എനിക്കറിയാം ആളാരാണ്. ആരാണ്? കാണണം. ഡാക്ടർ, മടിച്ചു നിൽക്കണ്ട, കേറി വരണം. ഡോക്ടർ ഈ നേരത്തോ? അദ്ദേഹം ഇന്ന് വരികയില്ലെന്നുള്ളത് തീർച്ചയാണ്. അഥവാ വന്നാൽ തന്നെ വഴി അറിഞ്ഞുകൂടെ നേരെ വീട്ടിലേക്ക് കയറി വരാൻ? ഇന്ന് തന്നതിൽ ഉറക്കത്തിനുള്ള മരുന്ന് കൂടി ചേർത്തിരുന്നു. അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങുമെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം രാത്രി വരുമെന്ന് പറഞ്ഞത്. മരുന്ന് ഫലിച്ചോന്നറിയാമോ? ഞാൻ മരിച്ചുവെന്നറിയാം. എന്നാ മരിച്ചില്ല എന്നുകൊണ്ട് സമാധാനമായി പോയതായിരിക്കും. എന്തൊക്കെയാണ് ഈ പറയുന്നത്? വരണം. കരിങ്കാറ് നേർത്തല്ലോ, പെരുമീൻ വന്നുദിച്ചല്ലോ. കരയല്ലേ കരയല്ലേ കുറിഞ്ഞി തത്തേ, കുറിഞ്ഞി തത്തേ. കരിങ്കാറ് നേർത്തല്ലോ, പെരുമീൻ വന്നുദിച്ചല്ലോ. കരയല്ലേ കരയല്ലേ കുറിഞ്ഞി തത്തേ, കുറിഞ്ഞി തത്തേ. കാറ്റിൻ്റെ തലയ്ക്കുള്ള കലിപ്പോൾ മാറുമല്ലോ. കരൾ പൊട്ടി കരയല്ലേ കുറിഞ്ഞി തത്തേ. കറുത്തുള്ള കാടുമെല്ലെ കരിഞ്ഞിട്ടു കിഴക്കോരു കൈത പൂത്തു പുഞ്ചിരിക്കാൻ കാലമായല്ലോ കുറിഞ്ഞി തത്തേ. തിരി തല്ലി കെടുത്തിട്ടു പകലമ്മ പാട്ടുപാടി പാൽ കറക്കണ നേരമായി തത്തേ, കുറിഞ്ഞി തത്തേ. കൊതിയോടെ നാവു നീട്ടും
കോണുകൊണ്ട കായലിന്നു കൊടുക്കേണ്ട ചുടു കണ്ണീരിനിയും തത്തേ. തുഴ തല്ലി തകർക്കല്ലേ, അഴലിൽ നിദഹിക്കല്ലേ, പുഴയല്ലേ അക്കരെ ചെന്നടുക്കാറായി കുറിഞ്ഞി തത്തേ. കരിങ്കാറ് നേർത്തല്ലോ, പെരിമീൽ വന്നുദിച്ചല്ലോ, കരയല്ലേ കരയല്ലേ കുറിഞ്ഞി തത്തേ, കുറിഞ്ഞി തത്തേ. ഗ്രേസിയമ്മയെ കാണുന്നില്ല. എല്ലായിടത്തും എവിടെ പോയി? അതിമണി വീട്ടിൽ പോയി നോക്കി. ഗ്രേസി, അന്നമ്മേ, അന്നമ്മ ഗ്രേസി എവിടെ? വന്നില്ല. ഞാൻ അവിടെ കണ്ടിട്ട് തന്നെ ദിവസങ്ങളായല്ലോ. നേര് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഞാൻ നേര് തെളിയിച്ചു. എന്നാ തെളിയിക്കാനാ? എനിക്ക് വെള്ളം പറഞ്ഞിട്ട് വല്ല ആവശ്യമുണ്ടോ? അയ്യോ എന്റെ മോളെ. അവളെവിടെ പോയി? നല്ലൊരു പെങ്കൊച്ചാണ്. ഇതിയാന്റെ വാശിയാണോ കൊച്ചിനെ കൊന്നത്? ഇഷ്ടമില്ലാത്ത ആളിനെ കൊണ്ട് കെട്ടിക്കാൻ പോയിട്ടല്ലേ? ആ രണ്ടാം അമ്മ ഇതിനൊക്കെ കാരണം. ഭയങ്കരി. ഇത് കൊണ്ടുപോടാ. ഇത് ഗ്രേസിയുടെ അല്ലേ? അതെ, ഇന്നലെ കുഞ്ഞു ഉടുത്തിരുന്ന സാരി എടുത്തുമ്പ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. അവരാണ് എന്റെ കുഞ്ഞിനെ കൊന്നത്. ഞാൻ ഡോക്ടറെ പറഞ്ഞിട്ട് എന്താ ഫലം? പോകാനുള്ളത് പോയി. നിങ്ങളുടെ വിചാരം എനിക്ക് ആ ഡോക്ടറോട് പിണക്കമുണ്ടെന്നാ? എനിക്ക് ആരോടും പിണക്കമില്ലേ? ആ ഡോക്ടറെ കൊണ്ട് എന്റെ ചേട്ടത്തിയുടെ മോള് കുഞ്ഞമ്മയെ കെട്ടിക്കാനും എനിക്ക് സമ്മതം. നിനക്ക് എന്താണ് സമ്മതം നടക്കുന്നത്? നീയാണ് കുഞ്ഞിനെ കൊന്നത്. നിങ്ങളുടെ ദുഷ്ടത്തരം കൊണ്ട് ആ മോള് കായലിൽ ചാടിച്ചത്. അത് ഞാനെന്ത് വേണം? ഇനി തൊഴിച്ച കൊച്ചമ്മ ചത്തുപോകും. ചാടിക്കട, എല്ലാരും ചാടട്ടെ, ഞാനും ചാടും. അതിനു മുമ്പ് അവൻ, ആ ഡോക്ടർ, അവനാണ് എന്റെ കുഞ്ഞിനെ കൊന്നത്. അവനിന് ജീവിച്ചിരിക്കാൻ പാടില്ല. അവൻക്ക് ഇന്ന് നമ്മുടെ ഡാക്ടറുടെ പരീക്ഷണമുണ്ട്. ഏത് പാമ്പ് കടിച്ച് മരിച്ച ആളിനെ അദ്ദേഹം ജീവിപ്പിക്കുമെന്നാ പറയുന്നത്. മനുഷ്യവിഷത്തിന് അദ്ദേഹം ഒരു മരുന്ന് കണ്ടുപിടിച്ചെങ്കിൽ ദൈവമേ, അദ്ദേഹത്തിന്റെ പരീക്ഷണം വിജയിക്കണേ. പരീക്ഷണം വിജയിച്ചിരിക്കുകയാണല്ലോ. ഇന്നാണ് പരീക്ഷണം. പക്ഷെ തുടങ്ങി കുറെ കാലമായി. ഇന്നത്തെ ദിവസം ഏതാണെന്ന് അറിയാമോ? ക്രിസ്മസിന്റെ തലേന്നാൾ. കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിൽ ഞാൻ കരഞ്ഞു. ഈ ക്രിസ്മസ് രാത്രി നീ ചിരിക്കും. തീർച്ചയായും. ഞാൻ ചെന്ന് ചോദിക്കട്ടെ? ഡോക്ടർ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഒന്നിച്ച് പള്ളിയിൽ പോകാം. എന്തിനു നീ ഇനിയും ഹൃദയമേ വെന്തുരുകുന്നു വൃഥാ, വെന്തുരുകുന്നു വൃഥാ. എന്തിനു നീ ഇനിയും ഹൃദയമേ വെന്തുരുകുന്നു വൃഥാ, വെന്തുരുകുന്നു വൃഥാ. ആകുല ജീവിത വന്മരുവിൽ തണലേകാനൊരു കൈയില്ലല്ലോ. ആശ്വാസത്തിൻ അമൃതത്തുള്ളി ആരും തരുവാനില്ലല്ലോ, ആരും തരുവാനില്ലല്ലോ. എന്തിനു നീ ഇനിയും ഹൃദയമേ വെന്തുരുകുന്നു വൃഥാ.
കണ്ണീർ കൊണ്ടു നനച്ചൊരു നിന്നുടെ കൽപ്പകവൃക്ഷം വീണല്ലോ. ഉള്ളിനുള്ളിൽ കരുതിയ നിന്നിധി കള്ളം തട്ടിയെടുത്തല്ലോ, കള്ളം തട്ടിയെടുത്തല്ലോ. കപട നാടകം തീർന്നല്ലോ, കാണികളെല്ലാം പോയല്ലോ. മൂടുപടങ്ങൾ മാറ്റിയ ഭീകര നായികയെ നീ കണ്ടില്ലേ, പ്രതിനായകനെ നീ കണ്ടില്ലേ. പിന്നെന്താ വിശേഷം? ഞാൻ വന്നത് അദ്ദേഹത്തിനൊന്ന് പള്ളി പോകാമോന്ന് ചോദിക്കാനാണ്. നാളെയാണ് ക്രിസ്മസ്. കഴിഞ്ഞ ക്രിസ്മസിന്റെ അന്ന്. ഈ ക്രിസ്മസ് നിങ്ങൾക്ക് തീർച്ചയായും ആനന്ദകരമായിരിക്കും. മിസ്റ്റർ ജോർജിന്റെ രോഗം ഭേദമായി. ഇന്ന് നിങ്ങൾ രണ്ടുപേരെ സന്തോഷമായി പള്ളിയിൽ പോകണം. അപ്പം ഡാക്ടർ വരണം, നമുക്ക് ഒന്നിച്ചു പോകാം. എനിക്ക് അല്പ ജോലിയുണ്ട്, ഞാനത് കഴിഞ്ഞിട്ട് വരാം. ശരി. മറിയേ, ഞങ്ങൾക്ക് ഇന്ന് പള്ളിയിൽ പോകാമെന്ന് ഡാക്ടർ പറഞ്ഞു. എന്താ മറിയേ, നിന്റെ കുഞ്ഞിന് വല്ല? അതല്ല, വക്കീൽ സാറ്. വക്കീൽ സാറ് എന്താടി കൈത്തൂക്ക് എടുത്തോണ്ട്? അയ്യോ, നീ എന്തോ കൈ പറയുന്നേ? അദ്ദേഹം എവിടെ? എനിക്കറിയാൻ വേണ്ട. ഇതിനെ ഓടുന്ന കണ്ടു എന്റെ മാമാവേ. ജോർജ് വരണം വരണം. ഞാൻ സ്വല്പ ധൃതിയിലാണ്. പള്ളിയിലേക്കായിരിക്കും അല്ലേ? ഇനി നടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇരിക്കണം. മിസ്സസ് എവിടെ? എനിക്ക് ക്രിസ്മസ് സമ്മാനം എന്തുണ്ട്? സമ്മാനമോ? ഇതാ സമ്മാനം. മിസ്സസ് എവിടെയെന്ന് ഇതാ എന്റെ ഹൃദയത്തിലുണ്ട്. ആ തോക്കുകൊണ്ട് പിളർന്ന് എടുത്തുകൊള്ളണം. ജോർജ്, എന്റെ ശരീരത്തിന് രോഗം നിങ്ങൾ നീക്കി, പക്ഷെ എന്റെ മനസ്സിൽ തീരാ വ്യാധി വരുത്തി വെച്ചു. നിങ്ങൾ സുഖപ്പെടുത്തി ഈ ശരീരം നിങ്ങൾ തന്നെ എടുത്തുകൊള്ളണം. അങ്ങനെയെങ്കിലും എന്റെ ആത്മാവിന് ശാന്തി ഉണ്ടാകും. നിങ്ങൾക്ക് എന്തു പറ്റി? എന്നോടാണോ ഈ പറയുന്നത്? ഒരു സ്നേഹിതനോട്? സ്നേഹിതൻ? നിങ്ങളാണോ സ്നേഹിതൻ? ഇങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്നതിന് പകരം എന്റെ നിഷ്പ്രയാസം കൊല്ലാമായിരുന്നില്ലേ? ജീവന്റെ ജീവനായി ഞാൻ കരുതിയിരുന്ന എന്റെ ഭാര്യയെ എന്റെ കൺമുമ്പിൽ വെച്ച് നിങ്ങൾ അപഹരിക്കുന്നതെങ്കിലും കാണാതെ കഴിയാമായിരുന്നല്ലോ. നിർത്തും. തോന്നിയാസം പറയുന്നതിന് ഒരു അതിരുണ്ട്. ഞാൻ നിങ്ങളുടെ ഭാര്യയെ അപഹരിച്ചെന്നു? അതെ, നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ജീവിതം എത്ര ആനന്ദപൂർണ്ണമായിരുന്നു എന്ന് അറിയാമോ? എന്റെ ജീവിതത്തിലെ ഭദ്രദീപമായിരുന്നു അവൾ. ആ ദീപം നിങ്ങൾ കെടുത്തി. ആ ദീപം കെടുകയില്ല. നിങ്ങളുടെ ദുശങ്കയാണ് ആ ദീപത്തെ മറച്ചിരിക്കുന്നത്. നിങ്ങളെ ദേവനായി ആരാധിക്കുന്ന ആ പതിവ്രതയുടെ കാൽക്ക് നിങ്ങൾ പൂവിട്ട് പൂജിക്കണം. അവൾ നിങ്ങളെ പൂവിട്ട് പൂജിക്കുന്നുണ്ടല്ലോ. അവൾ പാവമാണ്, ദുർബലയാണ്. നിങ്ങളുടെ പ്രശസ്തിയും സൗന്ദര്യവും അവളെ പ്രലോഭിപ്പിച്ചു. നിങ്ങൾ അവളെ വലയിൽ കുടുക്കി. അങ്ങനെ കുടുങ്ങുന്ന ഒരു സ്ത്രീയല്ല അവൾ. സ്നേഹിത, ഇത്രയും കാലത്തെ പരിചയം കൊണ്ട് നിങ്ങൾക്ക് അവളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നെ വിശ്വസിക്കൂ, അവൾ നിഷ്കളങ്കയാണ്. ഞാൻ വിശ്വസിക്കണമല്ലേ? നിങ്ങൾ തന്നെ പറയൂ, അവൾ എന്റെ പഴയ ആനിയാണോ ഇന്ന്? ഇന്നവൾ എന്റേതല്ല. ഇതിൽ നിന്നും അവൾ അകന്നുപോയി. സഹോദര, എനിക്കുമില്ലേ ഒരു ഹൃദയം, എനിക്കുമില്ലേ ഒരു മനസാക്ഷി? ഇങ്ങോട്ട് നോക്കൂ. മനസാ വാചാ കർമ്മണ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇത് സത്യമാണ്. അതാ നിങ്ങളുടെ ഭാര്യ വരുന്നുണ്ട്. അവൾ വരുന്നുണ്ട്. അവളുടെ കാമുകനെ തേടി വരുന്നുണ്ട്. വിടുവെന്നെ. നിങ്ങൾ എന്നെ കൊല്ലുകയില്ലെങ്കിൽ ഞാൻ അവളെ കൊല്ലും. ക്ഷമിക്കൂ, എനിക്ക് വേണ്ടി ഏതാനും മിനിറ്റുകൾ കാത്തിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടം പോലെയാകാം. ദയവ് ചെയ്ത് എന്റെ അവസാനത്തെ അപേക്ഷയാണ്. ഒരു മിനിറ്റ് മാത്രം വരൂ. അദ്ദേഹം ഇങ്ങോട്ട് വന്നു. ആരെ? ജോർജ്? അതെ, അദ്ദേഹം കൈത്തൂക്ക് എടുത്തുകൊണ്ട് എവിടെയോ പോയെന്ന് എനിക്കറിയാമായിരുന്നു. എന്താ? അദ്ദേഹം ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ? അതെ. ക്ഷമിക്കണം, അതാ രോഗത്തിന്റെ സ്വഭാവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. രോഗം ഭേദമായി നല്ല ഡോക്ടർ പറഞ്ഞു. ദൈവമേ! നിൽക്കും. എങ്ങോട്ട് പോകുന്നു? പോകണ്ട. ഇനി അന്വേഷിച്ചു പോയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അദ്ദേഹം ഇപ്പോൾ മരിച്ചു. വേണ്ട, കരയണ്ട. വികൃതനായ ആ മനുഷ്യൻ മരിച്ചതിൽ ആനി സന്തോഷിക്കുകയാണ് വേണ്ടത്. കുറെ കൂടി ജീവിച്ചിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് അത്രയും ബുദ്ധിമുട്ട് കൂടുമായിരുന്നു. അതുകൊണ്ട് അയാൾ മരിച്ചത് ആനിയുടെ ഭാഗ്യവിശേഷമെന്ന് കരുതിയാൽ മതി.
ആനി ചെറുപ്പമാണ്, സുന്ദരിയാണ്. ലോക ജീവിതത്തിലെ ആനന്ദങ്ങൾ ആനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞാനാണെങ്കിൽ അവിവാഹിതൻ, ലോകപ്രസിദ്ധൻ. നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. ഈ ശുഭമുഹൂർത്തത്തിന് വേണ്ടി ഞാൻ എത്ര നാൾ കാത്തിരുന്നെന്ന്. സന്തോഷിക്കുവാനും ചിരിക്കൂ. കരയാനുള്ളതല്ല ഈ മനോഹരങ്ങളായ കണ്ണുകൾ. ഇന്നത്തെ പരീക്ഷണം കഴിഞ്ഞാലുണ്ട് നമ്മുടെ വിവാഹം. എന്താ? ഇതായിരുന്നോ നിങ്ങളുടെ ഉള്ളിലിരുന്ന ആശയം? എന്റെ ഭർത്താവിന് വേണ്ടി, അദ്ദേഹത്തിന്റെ സൂക്കേട് മാറി കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളോട് മര്യാദയായി പെരുമാറിയത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ സംസ്കാരമുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാൻ സങ്കല്പിച്ചു. നിങ്ങൾ മനുഷ്യനെയല്ല, മൃഗമാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു പോയി. നിങ്ങളൊരു നല്ല സ്നേഹിതനാണെന്ന്. നിങ്ങൾക്ക് ഞാൻ മണമുള്ള പൂക്കളും മധുര പലഹാരങ്ങളും തന്ന് സൽക്കരിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി മാത്രം. നിങ്ങളുടെ ഉദ്ദേശം ഇതാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പഠിക്കൽ കാലത്താൻ നിങ്ങളെ അനുവദിക്കില്ലായിരുന്നു. സർപ്പമല്ല സർപ്പം, നിങ്ങളാണ് സർപ്പം. അദ്ദേഹം വികൃതനാണില്ലേ? ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ അളവെന്തെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അറിയില്ല. നിങ്ങൾക്കതറിയാനുള്ള ഹൃദയമില്ല. നിങ്ങളുടെ പ്രശസ്തി, നിങ്ങളുടെ സമ്പത്ത്, അത് ആർക്ക് വേണം? അദ്ദേഹം ഇല്ലാത്ത ഒരു ലോകത്തിൽ ഞാൻ ജീവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? എന്റെ ഒരു തലമാരി പോലും നിങ്ങൾക്ക് കിട്ടുകയില്ല, അത് തീർച്ച. ദൈവമേ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹം മരിച്ചെങ്കിൽ ദുഷ്ട മനുഷ്യ നിങ്ങളാണ്. നിങ്ങളാണ് അദ്ദേഹത്തെ കൊന്നത്. ഡാക്ടർ, എനിക്ക് മാപ്പ് തരും, എനിക്ക് മാപ്പ് തരും. മാപ്പൊന്നൊരു വാക്ക് പറയൂ, അല്ലെങ്കിൽ എന്റെ ഹൃദയം പൊട്ടിപ്പോകും. ഡാക്ടർ, ഞാനല്ല നിങ്ങൾക്ക് മാപ്പ് തരേണ്ടത്. ഓടിപ്പോയ ആ ദേവതയുടെ കാക്കൽ വീണ് നിങ്ങൾ മാപ്പിരക്കണം. ത്യാഗത്തിന്റെയും നിഷ്കളങ്കതയുടെയും മൂർത്തീകരണമായ ആ പതിവ്രതയാണ് നിങ്ങൾക്ക് മാപ്പ് തരേണ്ടത്. പോകൂ വേഗം. ആ സാധു സ്ത്രീ എന്തെങ്കിലും അവിവേകം കാണിക്കുന്നതിന് മുമ്പ് പോകൂ. ഒരു പരീക്ഷണം കഴിഞ്ഞു. യെസ്, ഡോക്ടർ മാത്യു. ഡോക്ടർ ഫിലിപ്പ് സ്പീക്കിംഗ്. സമയമായി, ആളുകൾ ബഹളമുണ്ടാക്കി തുടങ്ങുന്നു. ഡോക്ടർ പമ്പ കിടന്നെന്ന് എതിരാളികൾ വിളിച്ചു പറയുന്നു. ദയവ് ചെയ്തൊന്ന് വേഗം വരും ഡോക്ടർ. ഞാനിതാ വരുന്നു. എന്താ? എന്റെ ആശകളെല്ലാം തകർന്നു മറിയേ, എല്ലാം തകർന്നു. സാറ് വരുന്നു. ആലി, ഞാനൊരു വലിയ തെറ്റുകാരനാണ്. എന്നോട് ക്ഷമിക്കും. ഇതാ ഇങ്ങോട്ട് നോക്ക്. സുഹൃത്തുക്കളെ, മണി 10 കഴിഞ്ഞു. കണ്ടുപിടുത്തക്കാരനെ കണ്ടില്ല. ഇതേ രീതിയിലുള്ള ഒരു വെല്ലുവിളി ഉണ്ടാകുമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നില്ല. മനുഷ്യരെ കബളിപ്പിക്കാനാണ് അയാൾ ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങളും പരീക്ഷകൾ പാസ്സായിട്ടുള്ളവരാണ്. പക്ഷേ ഞങ്ങൾ പൊതുജനങ്ങളെ കബളിപ്പിക്കുകയില്ല. അയാൾ ഇനി വരികയില്ല. നമുക്ക് പോകാം. മാന്യരെ, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ക്ഷമിക്കണം. അയാൾ എന്തോന്നാണ് പറയുന്നത് കേൾക്കട്ടെ. കളിപ്പിക്കലാണെങ്കിൽ ആ ജീവനോടെ തിരിച്ചു പോയി. അത് 3 നേരം. അനേക നാളത്തെ എന്റെ പരീക്ഷണത്തിന്റെ ഫലമായി ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ മരുന്ന്. ഇതാ ഏറ്റവും വിഷമുള്ള പാമ്പുകൾ. പാമ്പ് കടിയേറ്റ് 24 മണിക്കൂർ വരെ ആയാലും സുഖപ്പെടുത്താം. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ഉറപ്പു തരുന്നു, ആർക്കും മുന്നോട്ട് വന്ന് പരീക്ഷിക്കാം. എന്തുറപ്പാണ് വരുന്നത്? ആ ആളിന്റെ ജീവന് ഞാൻ ഉത്തരവാദിയാണെന്ന്. അതുകൊണ്ട് ആർക്കും ധൈര്യമായി മുന്നോട്ട് വരാം. വരണം, വരണം, ആരെങ്കിലും വരണം. ആരും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണം പരാജയപ്പെട്ടിരിക്കുന്നു. ഏതായാലും മര്യാദയുടെ പേരിൽ 15 മിനിറ്റ് കൂടി ഞങ്ങൾ അനുവദിക്കുന്നു. അതിനകം ഈ പരീക്ഷണം നടന്നില്ലെങ്കിൽ ഈ ഡോക്ടർ ഈ ജനക്കൂട്ടത്തോട് മാപ്പ് ചോദിക്കണം. ഇതാ ഞാൻ തയ്യാറാണ്. പാടില്ല. ഡാക്ടറുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആരും തന്നെ പാടില്ല. അതൊരു തരം കളിപ്പിക്കലാണ്. പൊതുജനങ്ങളിൽ നിന്ന് ആരെങ്കിലും വരട്ടെ, എങ്കിൽ വിശ്വസിക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി 14 മിനിറ്റ് മാത്രം. ഡോക്ടറുടെ ഇല്ല, പരീക്ഷാ സ്ഥലത്താണ്. അവന്റെ പരീക്ഷണം അയ്യോ!
ഇതാ 13 മിനിറ്റ് കഴിഞ്ഞു. ഇനി 2 മിനിറ്റ് മാത്രം. 2 മിനിറ്റ്. പരീക്ഷണത്തിന് ആളില്ല. പാവ ഡോക്ടർ. എന്താ? പരീക്ഷണത്തിന് ഞാൻ തയ്യാറാണ്. എന്നാൽ ഇതിൽ ഒപ്പിടുക. എന്ത് അവിവേകമാണ്. ഇല്ല, ഞാൻ അവനെ കൊല്ലും. എനിക്കവനെ കൊല്ലണം. അവനാണ് എന്റെ ഗ്രേസിയെ കൊന്നത്. അവനാണ് എന്റെ ഗ്രേസിയെ കൊന്നത്. എന്റെ മോനെ എവിടെ? എന്റെ മോനെ മാത്യൂസ് ഡാക്ടർ. ഓഹോ, ഡാക്ടറുടെ അമ്മയാണല്ലേ? ആദ്യം അതാ മകൻ. മോനെ അമ്മേ, ജോർജ് വക്കീലിന്റെ ഭാര്യ ഗ്രേസി. നിനക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃകാ വനിത. നിനക്കെന്നല്ല, എല്ലാ സ്ത്രീകൾക്കും. ഇതാണ് നമ്മുടെ ഡാക്ടറുടെ മദാമയാകാൻ പോകുന്ന ഗ്രേസി. ഞാൻ മദാമയൊന്നുമല്ല, നാടൻ സ്ത്രീയാണ് ഗ്രേസി.